to speak kindly, and to treat each other with a love and respect. Bless our teachers, friends, and families. Guide us to do what is right and be the best we can be. Amen. Anything else like hope for the day and sign out? Miss, ഒരു prayer ഉണ്ട്. ഞങ്ങൾ സ്കൂളിൽ പാടിക്കൊണ്ടിരുന്നത്. Can I? Yeah, sure. എനിക്ക് അത്ര ശരിക്കും പാടാൻ അറിയില്ല, but I'll try. I mean, we used to sing there. റീന ജോയിൻ ചെയ്ത പുതിയ സ്കൂൾ, ഈ സ്കൂളിലെ കാര്യമല്ലേ പറയണേ? അതെ അതെ. Bright and beautiful, all creatures great and small, all things wise and wonderful, that God that made them all. He gave us eyes to see them and lips that we might tell how great is the Almighty, who has made all things well. All things bright and beautiful, all creatures great and small, all things wise and wonderful, that Lord God made them all. Thank you. വെരി നൈസ്. പാടാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ഫീൽ ശരിക്കും ഉണ്ടായിരുന്നു നല്ലപോലെ. മിസ്, അത് ഡെയിലി ഞങ്ങള് പാടുന്നതാണ്. തുടങ്ങുമ്പോ കിഡ്സ്, ഒരു 4-5 കിഡ്സ് സ്റ്റേജിൽ വന്നിട്ട് അവര് പാടും, അതിന്റെ കൂടെ ബാക്കിയുള്ളവര് പാടും. മേക്ക് ഷുവർ ദാറ്റ് എവ്രിവൺ പാർട്ടിസിപ്പേറ്റ്സ്. ഓരോ പ്രാവശ്യം 4-5 കുട്ടികൾ അങ്ങനെയൊക്കെ. ഓക്കെ ഫൈൻ. എനിവേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കുറെ പെരുന്നാള്, ഫെസ്റ്റിവൽസ്, അതുപോലെ പല പല ആഘോഷങ്ങൾ കഴിഞ്ഞിട്ട് വന്ന ഒരു വീക്ക് അല്ലെ ചുടി. സോ അങ്ങനെ ഏപ്രിൽ മന്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ 2023 ഏപ്രിലും 2025 ഏപ്രിലും നമ്മളുടെ 3 വിശേഷങ്ങൾ ഒരുമിച്ച് വന്നിരുന്നു. ഈദ്, ഈസ്റ്റർ, വിഷു. അങ്ങനെ വന്നൊരു ധന്യമായ മാസമാണ് ഏപ്രിൽ എന്ന് പറയാം. അപ്പോ ഈ പറയുന്ന എല്ലാ മാസവും നല്ല തന്നെയാണ്, പക്ഷെ അങ്ങനെ നമുക്കിത് 3 ഒരുമിച്ച് വന്നപ്പോ അതിന്റെ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ്നെസ് ഉള്ളൊരു മാസമാണ് അല്ലെ. ആ ഒരു സാക്രിഫൈസ്, ആ ഒരു മനോഭാവത്തിന്റെ ഈദ് പെരുന്നാൾ. അതിനുശേഷം മനസ്സിൽ നന്മയും സന്തോഷവും നിറച്ചു കണിയൊരുക്കിക്കൊണ്ട് വിഷു വന്നു. പിന്നെ ഉയർത്തെഴുന്നേൽപ്പ് അറിയിച്ചുകൊണ്ട് നമുക്കെല്ലാം ഉള്ളൊരു റീസ്റ്റാർട്ടാണ്. ആ ഒരു റീസ്റ്റാർട്ടിനെ നമ്മൾ ഓർമ്മിപ്പിക്കുക. എന്തെങ്കിലുമൊക്കെ നമുക്ക് എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് റീസെറ്റ് ചെയ്യുന്നു, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നു. മെഷീൻസ് ഒക്കെ ഒന്നുകൂടെയൊക്കെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന പോലെ നമുക്കും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. അത് ഇതെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യട്ടെ. ആ ഒരു വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് വന്നു. അങ്ങനെ ആ ഈ ഒരേ മാസം ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോൾ ദാറ്റ് മീൻസ് ഈ ഒരു ഡൈവേഴ്സിറ്റിയെ നോക്കാതെ നമുക്ക് എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട അതാണ് നമ്മുടെ ലൈഫ് എന്നുള്ള ഒരു വെളിച്ചം, ആ ഒരു ലൈറ്റ് ഉള്ളിൽ കിട്ടിയിരിക്കുകയാണ്. സോ വി ക്യാൻ സ്റ്റാർട്ട് ന്യൂ സ്റ്റാർട്ട് ഓർ ന്യൂ ബിഗിനിങ് എന്നുള്ള രീതിയിൽ. മിസ്, can I say something? Yeah, sure. വിഷു ഞങ്ങൾ വീട്ടിൽ ആഘോഷിച്ചു. ബട്ട് ഇപ്പൊ എനിക്ക് പറയുമ്പോ തന്നെ ഐ എം ഗെറ്റിംഗ് ഇമോഷണൽ. എന്റെ വളരെ ക്ലോസ് ആയ he committed suicide. He jumped from the 13th floor of his flat, and that was just Vishu was on 14th and this happened on 10th. That was something that really affected me. ഞാനിപ്പോ ഇത് പറയാൻ കാരണം വെച്ചാൽ പിള്ളേരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പിള്ളേരോട് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം.
parents ആയ എല്ലാവരും please make sure that they come and tell you each and everything. Make sure that they're happy. Make sure that അവർക്ക് ഒരു ഇഷ്യൂസും ഇല്ല. And if at all there is an issue, please talk to them. And ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോവാതിരിക്കാതെ അവൻ ഒരു മൊമെന്റിന്റെ ഒരു ഇത് കൊണ്ടാണ് അവൻ ചെയ്തത്. He liked some girl and അത് എന്തോ breakup. Just 17 years old he was. എന്റെ മോളുടെ പ്രായം 12th boards കൊടുത്തിരിക്കുവായിരുന്നു. And it was, I mean, ഫാമിലി മൊത്തം ബ്രോക്കൺ ആണ് ഇപ്പോ. ഇത് പറഞ്ഞപ്പോഴല്ല, ഞാനിങ്ങനെ ഓരോ ബാച്ചിലും എടുത്തു കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ ഓർത്തിട്ട് എനിക്ക് കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തന്നതാണ്. നിങ്ങൾക്ക് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ഞാൻ എടുത്തിട്ടുണ്ടോ? ചെയ്തല്ലേ? പക്ഷെ നമുക്ക് നമ്മളെ ഹീൽ ചെയ്യാനും പറ്റണം, മറ്റുള്ളവരെ ഹീൽ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ആ ഒരു സ്പേസ് ഉള്ള റിലേഷൻസ് നമ്മൾക്കുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള പല പ്രശ്നങ്ങളിൽ നിന്നും അവരൊന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. മേ ബി ദേ വാണ്ട് ടു ടോക്ക് ടു സമ്മൺ, ആരോടെങ്കിലും സംസാരിക്കാനുണ്ടാവും. ഒരു മൊമെന്ററി പറഞ്ഞ പോലെ ഒരു മൊമെന്ററി ആക്ഷൻ അങ്ങനെ സംഭവിക്കും. ആ ഒരു ട്രിഗർ വന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ആ ഒരു മൊമെന്റിൽ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ. എനിവേ അവൻ ആ ഒരു സ്പേസ്, അല്ലെങ്കിൽ ആ ഒരു 17 years എന്നൊക്കെ പറയുമ്പോഴേക്കും ആ ഒരു ടീനേജിന്റെ പീക്കല്ലേ. മീൻസ് അവർക്ക് ആ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനോ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഒന്നും ശരിക്കും ആയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ബട്ട് അങ്ങനെ നമുക്കിപ്പം കുട്ടികൾ 24 വയസ്സ് വരെ ആയി, അവരുടെ ഇമോഷൻസും ഇന്റലക്ച്വൽ ലെവലും ഡെവലപ്പായി ബ്രെയിൻ പൂർണ്ണ വളർച്ച എത്തുന്നവരെ നോക്കിയിരിക്കാൻ നമുക്ക് പറ്റില്ല. ബിഫോർ ദാറ്റ് അവരുടെ ആ ഡെവലപ്മെന്റ് ആകുന്നതിന് മുമ്പുള്ള സ്റ്റേജസിൽ നമ്മളുടെ ഒരു സപ്പോർട്ട് നമ്മളുണ്ട്. എനിത്തിങ് ഹാപ്പൻസ് യു ക്യാൻ കം ടു മീ എന്ന് പറയാനായിട്ട് ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ അത് ഒരു നല്ല കാര്യം തന്നെ. ആർക്കെങ്കിലും നമുക്ക് ആള് തന്നെ വേണം അല്ലെ, നമുക്ക് കയറി ചെന്ന് പറയാൻ സംസാരിക്കാൻ ഒരാള് തന്നെ വേണം. പലപ്പോഴും സെൽഫ് ടോക്കിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു റെമഡി ആവണമെന്നില്ല. ആള് തന്നെ വേണം എന്ന് എല്ലാരും പറയാറുണ്ട്. ഓക്കെ. പക്ഷെ ഇവിടെ I know his mother very well. She's a very soft spoken and അവർക്ക് കാര്യങ്ങൾ അറിയായിരുന്നു. He does like a girl, but he didn't give a chance. അവളും വീട്ടിലുണ്ടായിരുന്നു. അവള് അറിഞ്ഞിട്ടേ ഇല്ല when did he do this. ബാക്കി അപ്പാർട്ട്മെന്റിലെ ആൾക്കാർ വന്ന് പറഞ്ഞപ്പോഴാണ് ഇത് അറിയുന്നത്. And she is such a strong person. അവള് തന്നെ വോയിസ് മെസ്സേജ് ഇട്ടിട്ട് എന്നെ അറിയിച്ചിരിക്കണു that he left us. That totally shattered me. Actually, my worry was if she is okay. കാരണം അവള് തന്നെ ഇത് പറയുമ്പോ somewhere I thought that എന്തോ somewhere ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. She is not normal. But till now ആ കുട്ടി അവൾ കരഞ്ഞിട്ടും ഇല്ല. And she is behaving normal. She is saying ഞാൻ അക്സെപ്റ്റ് ചെയ്തു, ബാക്കി ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഐ അക്സെപ്റ്റഡ് ദാറ്റ് ഐ കാൺട്ട് പറഞ്ഞ ഞാൻ വീക്ക് ആവാൻ പറ്റില്ല എനിക്ക്. അത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഉള്ളിൽ അത്രയും കരച്ചില് നിറഞ്ഞിരിക്കുക. അവർക്ക് അത് കരഞ്ഞു തീർക്കുകയാണെങ്കിൽ കുറെയൊക്കെ അവർക്കൊരു റിലീഫ്. അതാണ് എല്ലാവരും all are worried, but അവള് തന്നെ അത് പറയുന്നുണ്ട്, ഐ എം നോട്ട് ക്രൈങ്, സോ all are worried. പക്ഷെ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തു. എന്റെ മോൾക്കും ഹസ്ബൻഡിനും വേണ്ടിയിട്ട് ഐ ഹാവ് അക്സെപ്റ്റഡ് ദാറ്റ്. Okay. Let us pray for them. ആ ഒരു സ്ട്രെങ്ത്, ശരിയായ സ്ട്രെങ്ത് അവർക്ക് കൊടുക്കട്ടെ. ചില ലോസ് ഒന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ഫൈൻ. ഓക്കെ. എനിവേ വേറെ അതിന് മുമ്പ് ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് റെക്കോർഡ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ തന്നിരുന്നോ? റെക്കോർഡ് റൈറ്റിംഗ് മറ്റേ റിഡിൽസിന്റെയും സ്റ്റോറിയുടെ തന്നിട്ടുണ്ട്. 3 തന്നു മിസ്സേ, 4 5 തരാനുണ്ട്. 5th 1 ഒരു റെക്കോർഡിന്റെ കോപ്പി തന്നെ നിങ്ങൾക്ക് തരും, നല്ലതുപോലെ റിട്ടേൺ ആയിട്ടുള്ളത്.
അത് കോപ്പി ഡൗൺ ചെയ്താൽ മതി. അത് ലാസ്റ്റ് മോഡ്യൂൾ 3 ആവുമ്പോഴേ അതുള്ളൂ. ബാക്കിയെല്ലാം നമ്മളുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, നമ്മൾ കുറെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ്. സോ പാരറ്റസ് ആണ് ലാസ്റ്റ് നല്ലപോലെ എഴുതിയ ഒരു റെക്കോർഡ് ഉണ്ട്, അതൊന്ന് ഷെയർ ചെയ്യും ക്ലാസ് റൂമിൽ. നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ഗൂഗിൾ ആൻഡ് ആഡ് മോർ. ആൻഡ് മോഡ്യൂൾ 3 കുറെ കണ്ടന്റ്സ് ഉണ്ട്, അതിൽ നിന്ന് മെയിൻ പോയിന്റ്സ് ഒക്കെ വേണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് വെക്കാം. പക്ഷെ അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, കാരണം ഓൾറെഡി നമുക്ക് മോഡ്യൂൾ 3 അതിന്റെ കുറെ എക്സ്പ്ലനേഷൻസ് കാര്യങ്ങളുണ്ട്. അത് തന്നെ വീണ്ടും റെക്കോർഡ് ബുക്കിൽ എഴുതി വെക്കേണ്ട കാര്യമുള്ളൂ. അത്യാവശ്യം വേണ്ടത്, അതായത് ഓരോ മെറ്റീരിയലിന്റെ ഫീച്ചേഴ്സ്, അതുകൊണ്ട് കുട്ടിയുടെ ഏത് സെൻസ് ഓർഗൻ ആണ് ആക്റ്റീവ് ആകുന്നത്, ട്രിഗർ ആകുന്നത്, അത്രയും നമ്മൾ അതിനകത്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ. മോഡ്യൂൾ 3 മൊത്തം ഇത് PDF കിട്ടിയിട്ടില്ല, അതൊന്ന് പറയാമോ? കാരണം എന്റെ അടുത്ത് ടെക്സ്റ്റ് ബുക്ക് ഇല്ല, ഞാൻ PDF പ്രിന്റ് ഔട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായി? റെക്കോർഡ് എവിടം വരെ എഴുതി? എല്ലാരും എഴുതുന്നുണ്ടോ? പെൻഡിങ് ഉണ്ടോ? ഫസ്റ്റ് റെക്കോർഡ്സ് കംപ്ലീറ്റ് ആയോ? ഫസ്റ്റ് റെക്കോർഡ് കളക്ഷൻ അത് ഈസി ആയിരുന്നു. സെക്കൻഡ് വൺ, തേർഡ് വൺ സ്റ്റാർട്ട് ചെയ്തോ? റൈം ആൻഡ് സ്റ്റോറി? ഇല്ല മിസ്, ബട്ട് ഈ വെക്കേഷനിൽ എന്തായാലും കംപ്ലീറ്റ് ചെയ്യും, കാരണം എനിക്ക് പിന്നെ സമയം കിട്ടില്ല. സോ ഐ ഹാവ് ടു കംപ്ലീറ്റ് ഇറ്റ്. അതല്ല, നമ്മൾ അതിനൊന്ന് ഇരിക്കണം, നമുക്ക് ആ തോട്ട്സ് വരണം. ഓരോ തീമിനനുസരിച്ച് റൈമും കിട്ടണം, സ്റ്റോറിയും കിട്ടണം. നമ്മൾ വൺസ് ഇരുന്ന് കഴിയുമ്പോൾ അത് പെട്ടെന്ന് വരും. നമ്മൾ അതിനുവേണ്ടി നമുക്ക് എവിടെന്നെങ്കിലും കളക്ട് ചെയ്തോ കോപ്പി ചെയ്യേണ്ടതല്ല. 2 റെക്കോർഡ്സ്, റൈം ആൻഡ് സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ തന്നെ എഴുതേണ്ടതാണ് കേട്ടോ. അതിന് നിങ്ങൾ കുറച്ച് ടൈം കൊടുക്കണം. അപ്പൊ എഴുതാൻ തുടങ്ങുമ്പോഴേക്കും അതെല്ലാം വന്നോളും. അതൊന്നും എനിക്ക് എഴുതാൻ അറിയില്ല, ഞാനൊന്നും എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞവർ തന്നെ എന്നോട് പറഞ്ഞു, ശരിയാ, ഇനി വരുന്നപ്പോ കുറേ ഐഡിയാസ് വരിക, കുറെ ത്രെഡ് കിട്ടുവാണ് കഥകൾക്കും അതുപോലെ തന്നെ റൈമിനും. സോ ഐ ആം ഗുഡ്, ഐ ആം ബെസ്റ്റ് എന്നുള്ളൊരു ഫീല് വരും. അതാണ് ആ ഒരു 2 റെക്കോർഡ് എഴുതുമ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി പല രീതിയിലേക്ക് പോകും. ഇത് പറഞ്ഞപ്പോഴാണ് ട്രെയിനിങ് സമയത്ത് മാം വന്ന് ട്രെയിൻ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് മാം എന്താ ചെയ്തിരുന്നത്, എന്തെങ്കിലും ഒരു സാധനങ്ങൾ എന്നെ എടുത്തിട്ട് കൊണ്ടുവരും, എന്നിട്ട് ഒരു സെന്റൻസ്, 1-2 സെന്റൻസ് ഇങ്ങനെ തുടങ്ങും സ്റ്റോറി, എന്നിട്ട് ബാക്കി ഞങ്ങള് ഒരു 4 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ 4 ടീച്ചേഴ്സിനോട് ഓരോരോ ആൾക്കാരോട് ആ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാൻ പറയും. ഓൺ ദ സ്പോട്ട് സ്റ്റോറി റെഡിയാക്കാൻ പറയും. ആൻഡ് അത് അപ്പോഴാണ് ഐ വാസ് തിങ്കിങ്, അന്ന് മിസ് പറഞ്ഞില്ലേ, ഓട്ടോമാറ്റിക്കലി വരും അത്. ആൻഡ് ഞങ്ങളൊരു പപ്പറ്റ് ഷോവും ചെയ്തു, ഓൺ ദ സ്പോട്ട് ആയിരുന്നു. ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടോ ഒന്നുമല്ല, പെട്ടെന്ന് കിട്ടി, പിന്നെ വരുമായിരുന്നു ഞങ്ങൾക്കത്. അപ്പൊ ഇനിയും പ്രാക്ടീസ് ചെയ്താൽ വരും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. ഓക്കെ ഫൈൻ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക, കാരണം പെട്ടെന്ന് തീരും. നമ്മളിങ്ങനെ ഓരോന്ന് എഴുതി വരുമ്പോ ഇത് കൊള്ളാലോ എന്നുള്ളൊരു ഫീൽ എന്തായാലും കിട്ടും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ടീച്ചർ പറഞ്ഞത് കറക്റ്റ് ആണ്. നമ്മൾ മുമ്പ് പഠിക്കുമ്പോഴൊക്കെ നമ്മൾക്ക് എസ്സേ റൈറ്റിംഗ് പുറത്തുനിന്നാണല്ലോ വരിക. അപ്പൊ അത് ഇതെന്താ എഴുതുമെന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിർത്താനാണ് പാട്. അതാ ശരിക്കും നമ്മള് ആ ഒരു ക്രിയേറ്റിവിറ്റി നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മൾ അത് യൂസ് ചെയ്യുന്നില്ല, അതാണ് പറ്റുന്നത്. ബട്ട് ഈവൻ ദോ ഈ 2 എഴുതിയെങ്കിലും, 2 റൈംസും റെക്കോർഡ്സും സ്റ്റോറിയും എഴുതിയെങ്കിലും, പിന്നീട് ഇരുന്നൊരു സ്റ്റോറി എഴുതാനോ അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ യു പീപ്പിൾ ക്യാൻ ഡു ദാറ്റ്. ഞാൻ അല്ലാതെ ചുമ്മാ ഇങ്ങനെ കുത്തിക്കുറിക്കുന്നല്ലാതെ അതൊരു സ്റ്റോറി ആക്കും. ഇപ്പൊ എന്തെങ്കിലും ഇപ്പം ഏപ്രിൽ മാസത്തിൽ ഈ 3 പ്രത്യേകതകൾ മനസ്സിൽ വന്നപ്പം ഇങ്ങനെ ഞാൻ എഴുതി എല്ലാവർക്കും മെസ്സേജ് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. ഫോർവേഡ് വിഷസ് അല്ലാതെ ഈ രീതിയിലുള്ള എഴുതിയിട്ട് അങ്ങനെ വിഷ് അയച്ചിരുന്നു. അങ്ങനെ ഓരോ ഇത് വരുമ്പോഴും, ഇപ്പോ ഫോർ എക്സാമ്പിൾ വാലന്റൈൻസ് ഡേ വന്നപ്പോ സേ ടു അവർ സെൽഫ്, നമ്മളോട് തന്നെ ഐ ലവ് യു പറയൂ, വേറൊരാൾ അന്വേഷിച്ച് പോണേന്, അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു ഇത് വരും മനസ്സിലേക്ക്. പക്ഷെ അല്ലാതെ ഇരുന്നുള്ള എഴുത്തൊന്നും ഇല്ല. എന്ന് തുടങ്ങണം, എഴുതണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഓക്കെ ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എവിടം വരെ ആയിരുന്നു? സെൽഫ് കൺസ്ട്രക്ഷൻ ആയിരുന്നോ?
യൂണിറ്റ് 7 മോണ്ടിസറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലെ ഇനി ഫ്രീഡം ആണ് പറയേണ്ടത്. ഞാൻ റെക്കോർഡ് ക്ലാസ് കണ്ടതായിരുന്നു, കഴിഞ്ഞ ആഴ്ച ഞാൻ ഉണ്ടായിരുന്നില്ല. യൂണിറ്റ് 7. യെസ് ടീച്ചർ, യൂണിറ്റ് 7 മോണ്ടിസറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് അതന്നെയല്ലേ വരുന്നത് യൂണിറ്റ്? അതെ അതെ. അതില് ഫ്രീഡം ആണ് എടുക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ആരെങ്കിലും പ്രിപ്പയർഡ് എൻവയൺമെന്റ് തൊട്ട് തുടങ്ങണം. മറ്റേ ഒരു ഒന്നൊന്ന് ഇട്ടിട്ട് അങ്ങ് നിർത്തുമായിരുന്നു. പ്രിപ്പയർഡ് എൻവയൺമെന്റ് തൊട്ട് തുടങ്ങണം. നിങ്ങൾക്ക് തന്നെയാണ് ആ ചാപ്റ്റർ, കാരണം ഞാൻ ആ മൊഡ്യൂൾ 3യുടെ സെഷനിൽ എടുത്തപ്പോ പറഞ്ഞ ആ ടോപ്പിക്കിൽ തന്നെ അത് നിൽക്കുന്നുണ്ട്, കാണാം. പേജ് അത് തന്നെയാ. വേറെ ഉള്ളവരിലെല്ലാം ഓൾമോസ്റ്റ് ഒന്നില്ലെങ്കിൽ ആയിട്ടില്ല, കഴിഞ്ഞു ആ ഒരു രീതിയിൽ. ഓക്കെ, ഇതിനു മുമ്പ് ഞാനൊരു കാര്യം ഒന്ന് പറയാം. നമ്മള് മോഡ്യൂൾ 3 ആണോ 4 ആണോ എന്ന് എനിക്ക് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. മൊഡ്യൂൾ അല്ല, യൂണിറ്റ് പാർട്ട് 3 യൂണിറ്റ് 3 ആണോ 4 ആണെന്ന് പറയുന്നത്. മോണ്ടിസോറി കുട്ടികളുടെ ഡെവലപ്മെന്റിനെ 2 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അത് കഴിഞ്ഞതല്ലേ നിങ്ങൾക്ക്? കഴിഞ്ഞോ? കഴിഞ്ഞു മിസ്സേ, കഴിഞ്ഞു. ആ യെസ്, 2 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് ചൈൽഡ്ഹുഡും അഡൾട്ട്ഹുഡും, റൈറ്റ് അല്ലേ? പറഞ്ഞോയോ? യെസ്, ഈ ചൈൽഡ്ഹുഡും അഡൾട്ട്ഹുഡും ആയിട്ടുള്ള 2 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈ ഓരോ സ്റ്റേജിനെ ഷീ ഡിവൈഡഡ് ടു 2 പീരിയഡ്സ്. അപ്പൊ ഒരു സ്റ്റേജിൽ 2 പീരിയഡ്, അങ്ങനെ 4 പീരിയഡ് ടോട്ടൽ ഉണ്ട്. ശരിയല്ലേ? റൈറ്റ്? യെസ് യെസ് ടീച്ചർ പഠിപ്പിച്ചിരുന്നത്. യെസ്, 0 to 6 years ഏജ് സ്പാൻ വെച്ചിട്ടാണ് അവർ പീരിയഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബർത്ത് തുടങ്ങി 6 years, ദെൻ 6 to 12 years ടീനേജിന്റെ പടിവാതിൽ എത്താറാവുന്നത് വരെ 6 to 12 years ചൈൽഡ്ഹുഡ് കഴിഞ്ഞു. നെക്സ്റ്റ് അഡൽട്ട്ഹുഡിലെ 12 to 18 years ഒരു പീരീഡ്, 18 to 24 years. നിങ്ങളുടെ ടാസ്ക് ഇതാണ്. ഇത് സബ്മിറ്റ് ചെയ്യാനോ ഒന്നിനുമല്ല, നമ്മൾക്കൊരു ഫ്യൂച്ചർ റെഫറൻസ്. നമ്മൾ ജോബിന് പോകുമ്പോൾ, നമ്മൾ സ്കൂൾ തുടങ്ങാനോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കാനോ അങ്ങനെ പോയാലും, നമ്മൾ വീട്ടിലൊരു സ്കൂൾ തുടങ്ങുവാണോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കുട്ടികളെ നോക്കണം, നമ്മുടെ ചുറ്റുമുള്ള കുട്ടികളെ നോക്കണം, എന്തിനും ട്യൂഷൻ എടുക്കണം, എന്ത് തന്നെയായാലും ഇത് നല്ലൊരു ടൂളാണ് നിങ്ങൾക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു നോട്ട്ബുക്ക് വാങ്ങാം. കുറേ പേജസ് ഒന്നും വേണമെന്നില്ല, ഒരു നോട്ട്ബുക്ക്, ഒരു ഡയറി ആയാലും മതി. വാങ്ങിയിട്ട് അതിനെ 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പേജസ് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് 4 പാർട്സ് ആയിട്ട് നോട്ട്ബുക്കിനെ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് പാർട്ടില് 0 to 6 years, സെക്കൻഡ് പാർട്ടില് 6 to 12 years, നെക്സ്റ്റ് 12 to 18 years, ദെൻ 18 to 24 years. നിങ്ങൾ പാർട്ട് 2 ചൈൽഡ് ഡെവലപ്മെന്റ് പഠിക്കുന്നില്ലേ? ഫിസിക്കൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് പഠിക്കുന്നില്ലേ? ഡിഫറെന്റ് ഡെവലപ്മെന്റ് സ്റ്റേജസ്. അവിടെയും നിങ്ങൾ പീരീഡ് അല്ലെങ്കിൽ ഏജ് സ്പാൻ, ഇത്ര ഏജിൽ കുട്ടി ഇങ്ങനെ പറഞ്ഞു, ഇത്ര ഏജിൽ കുട്ടിയുടെ ബോഡിയിൽ ഈ വ്യത്യാസം വന്നു, ഇത്ര ഏജിൽ കുട്ടി പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്തു, റീസണിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജസിലും കുട്ടിയുടെ ഓരോ ഏജിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ ആ ഒരു പാർട്ടിൽ പഠിക്കുന്നുണ്ട്. ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, മോണ്ടിസോറി ഡിവൈഡ് ചെയ്ത സ്റ്റേജസിന്റെ ഡീറ്റെയിൽസും പാർട്ട് 2 നമ്മുടെ ആ ഡെവലപ്മെന്റ് സ്റ്റേജിൽ അതും കൂടെ എടുത്തു വെച്ചിട്ട് ആ 0 to 6 years സംഭവിച്ച മാറ്റങ്ങൾ, ഡെവലപ്മെന്റ് ചേഞ്ചസ്. പക്ഷെ മാം ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? താങ്ക് യു. അപ്പൊ ആ ഒരു ഇത് ഓരോ ഏജിലും ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതിയാൽ നമുക്ക് മനസ്സിലാകുന്നത്, നമുക്ക് എടുത്തു വെച്ച് നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്കത് കിട്ടണം. ഈ ഏജിൽ കുട്ടികൾക്ക് ഏതാണ് സംഭവിച്ചത്, ഈ ഏജ് ആയപ്പോ കുട്ടി മാ പാ അച്ഛൻ അമ്മ ആ ഒരു രീതിയിൽ പറഞ്ഞു, അല്ലെങ്കിൽ കൂയിങ് സൗണ്ട് ഉണ്ടാക്കി, ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി സൗണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ ലാംഗ്വേജ് ഏരിയയിൽ വരുന്നുണ്ട്. കുട്ടി സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങി. ചെറിയ പ്രായത്തിൽ കുട്ടിക്ക് ആങ്സൈറ്റി ഉണ്ട്, സെപ്പറേഷൻ ആങ്സൈറ്റിയും അതുപോലെ തന്നെ സ്ട്രേഞ്ചർ ആങ്സൈറ്റി. അത് മാറി കുട്ടി സോഷ്യലൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, കുട്ടി തന്നെത്താനെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി, ഡ്രസ് ചെയ്യാൻ തുടങ്ങി, ഷൂ തന്നെത്താനെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ വീട്ടിൽ ഈ ഏജിലുള്ള കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് സ്റ്റേജസും നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് നല്ലൊരു അസസ്മെന്റ് ടൂള് കിട്ടും. ഈ പ്രായത്തിൽ എന്തൊക്കെ ഡെവലപ്മെന്റ് ആണ്, ആ ഒരു ടൂള് നിങ്ങൾക്ക് കിട്ടും. വലിയ ടെക്സ്റ്റ് ബുക്കുകളോ അങ്ങനെ ഒന്നും പേയ്മെന്റ് കൊടുത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട, എക്സ്ട്രാ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു അസസ്മെന്റ് ടൂള് വെച്ചിട്ട് നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളിലെ ബിഹേവിയർ പാറ്റേൺ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും.
നമ്മളിപ്പോ ഒരു KG സെഷനിൽ നമ്മൾ ടീച്ചറായിട്ട് പോകുന്നു, അല്ലെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസ് എന്തോ തന്നെയാട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ട്യൂഷന് വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു കുട്ടി വരുന്നു, 4 years ഏജ് ഉണ്ട്, പക്ഷെ അവൻ കാണിക്കുന്നത് മുഴുവനും 2 വയസ്സുകാരൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. കുട്ടിയുടെ ക്രോണോളജിക്കൽ ഏജ് 4 years ആണ്, ബട്ട് അവന്റെ മെന്റൽ ഏജ് 2 വയസ്സ്. അവൻ അപ്പോഴും 2 വയസ്സിൽ നിൽക്കുക, എത്തിയിട്ടില്ല 4 years. ദാറ്റ് ഈസ് എ ബിഹേവിയർ ഇഷ്യൂസ്, അല്ലെങ്കിൽ കുട്ടിയുടെ ആ ഡെവലപ്മെന്റിൽ ഒരു ഇഷ്യൂ ആയിരിക്കാം. നമുക്കത് പാരന്റ്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. അല്ലെങ്കിൽ നമ്മൾക്കറിയാം എന്ത് ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇവന്റെ മെമ്മറി ശരിയാകും, അല്ലെങ്കിൽ ഇവന്റെ ചിലപ്പോൾ ബ്രെയിനിലെ ചില ബ്രെയിൻ എക്സസൈസുകൾ ചിലത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുട്ടി പെട്ടെന്ന് തന്നെ ചേഞ്ചസ് വരാം. കുറച്ച് ആക്ടിവിറ്റീസിലൂടെ അവന്റെ കറക്റ്റ് ഏജിൽ എത്തിക്കാനായിട്ട് പറ്റും. അപ്പം സാധാരണ പാരന്റ്സ് ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷെ നമുക്കത് മനസ്സിലാകും. നമ്മുടെ കയ്യിൽ ഈ നോട്ട്ബുക്ക് ഇതൊരു അസസ്മെന്റ് ടൂൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് ഞാൻ അസൈൻമെന്റോ സബ്മിഷനോ വർക്കോ അങ്ങനെ പറയുന്നതല്ല, നമുക്ക് വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? നോട്ട്ബുക്ക് ഒബ്സർവേഷൻ ഇതുപോലെ അത് തന്നെ ഒബ്സർവേഷൻ പോലെ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആണല്ലേ? ഒരു ബുക്ക് തരും, റെക്കോർഡ്. അതില് ഡെയിലി വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ വീക്ക്ലി, അല്ലെങ്കിൽ അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് ലാസ്റ്റിൽ നമുക്ക് തന്നെ യൂസ്ഫുൾ ആവും. റിപ്പോർട്ട് കാർഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതില് കുട്ടിയുടെ പോസിറ്റീവ് മാത്രം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ റെഫറൻസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് കുറെ സൈക്കോ അനാലിസ്റ്റുകൾ കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസിനെ കുറിച്ചിട്ട് കുറെ അവരുടെ ഒബ്സർവേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാം സയന്റിഫിക് ആയിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളതെങ്കിലും എല്ലാം നമുക്ക് പ്രാക്ടിക്കലി ചിലപ്പോൾ ശരിയാവണമെന്നില്ല. അതായത് അവരുടെ പേരുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മറിയ മോണ്ടിസോറിയുടെ കാര്യം എന്തായാലും വേണം, പിന്നെ ജീൻ പിയാഗറ്റ്, എറിക് എറിക്സൺ, വിറ്റോസ്കി, പിന്നെ സിഗ്മണ്ട് ഫ്രോയിഡ്. ഇവരെല്ലാവരും കുട്ടികളുടെ ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് അവരുടെ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. അവരുടെ ഒരു ഒബ്സർവേഷൻ, ഓരോ ഏജിലും കുട്ടിക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ്. ചിലര് കുട്ടി സോഷ്യലൈസ് ചെയ്യുമ്പോഴാണ് ഡെവലപ്ഡ് ആവുന്നതെന്ന് പറയുന്നുണ്ട്. ചിലര് കുട്ടികൾ അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ് അത് സൈക്കോ സെക്ഷൽ അനാലിസിസ് വഴിയാണ് കുട്ടിയുടെ ഡെവലപ്മെന്റ് പറയുന്നത്. ഓക്കെ, അങ്ങനെ പലരുടേതായ ഒബ്സർവേഷൻ ഉണ്ട്. ഇതും നമ്മൾ കളക്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് നല്ല പോലെ കമ്പയർ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. നമ്മൾ സ്വന്തമായി ഉണ്ടാക്കിയ ഒരു അസസ്മെന്റ് ടൂള് പോലെ ഇതിരിക്കും. പിന്നെ നിങ്ങൾക്ക് ജോബായി ഇൻകം ഒക്കെ ആവുകയാണെങ്കിൽ നല്ല നല്ല സെഷൻസ് തരുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ ഉണ്ട് ഓൺലൈനായിട്ടൊക്കെ, ഇതുപോലെ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ. അപ്പോൾ നമുക്കൊരു ഇൻകം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2000 ഒക്കെ ഒരു 10 days ഒരു ട്രെയിനിങ് നല്ല രീതിയിൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നു. വളരെ കമ്മിറ്റഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ അവരുടെ സെഷൻസ് ഒക്കെ നമ്മളുടെ സമയം പോലെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഈ ജോബ് തന്നെ, ഈ ഒരു പ്രൊഫഷൻ, അല്ലെങ്കിൽ നമ്മളൊരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം, മോണ്ടിസോറി മെത്തേഡ് തന്നെ ചെയ്യാം. റെസിപ്രോക്കൽ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. നത്തിങ് ബട്ട് നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങളുടെ ഒരു വൈബിൽ വരുന്ന ഒരു ഗ്രൂപ്പ്, ഒരു 6 പേരോ ഉണ്ടെന്ന് വിചാരിക്കുക. അതിപ്പോ ഈ ക്ലാസ് റൂമിൽ തന്നെ ആവണമെന്നില്ല, ഇതേ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന 6 പേരാണെങ്കിലും ചെയ്യാവുന്നത്. ഈ മിക്ക സെഷൻസിനും, അതായത് ഇപ്പോ 2000, 2500, 3000 അങ്ങനെയൊക്കെയുള്ള പേയ്മെന്റ് ആയിരിക്കും. ഇപ്പൊ 6 പേരിൽ ഒരാള് ഒരു മെത്തേഡ് പഠിക്കുന്നു, 2000 പേ ചെയ്തിട്ട് ബാക്കി 5 പേർക്കും പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ തറവാകും, നമ്മൾ പ്രിപ്പയർഡ് ആകും. അപ്പൊ 6 പേർക്കും ആ മെത്തേഡ് മനസ്സിലായി. നെക്സ്റ്റ് ഒരു സെഷൻ വരുമ്പോൾ അടുത്ത ആള് പേയ്മെന്റ് കൊടുത്തിട്ട് കോഴ്സ് ചെയ്യുന്നു, ഇതുപോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. റെസിപ്രോക്കൽ ഹെൽപ്പ്, ഒരു ഹെൽപ്പ് കൊടുക്കുമ്പോൾ ഒരു റിട്ടേൺ കിട്ടുന്ന പോലെ തന്നെ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. നമ്മളുടെ ഒരു വൈബിലുള്ള ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. ഞങ്ങൾ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് അങ്ങനെ ചെയ്യുന്നത്. ഞാനപ്പോ ഒരു കോഴ്സ് ഇപ്പൊ ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ ഇതുപോലുള്ള ബിഹേവിയർ ഇഷ്യൂസ് അല്ലെങ്കിൽ അവരുടെ ലേണിംഗ് ഡിസബിലിറ്റിക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ടെസ്റ്റുകൾ, കുറേ ടെസ്റ്റുകൾ ഉണ്ട്. ഓരോന്നും ചിലതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കും കേട്ടോ. ADHD ഉണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ രീതിയിൽ ടെസ്റ്റുകൾ നടത്താം, അങ്ങനെ ഫർദർ എന്ത് രീതിയിൽ ഗൈഡ് ചെയ്യണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ 10 ദിവസത്തെ ഒരു ക്ലാസ്സും കൂടെ സാറ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അറ്റൻഡ് ചെയ്യാനാണ് എനിക്കത് അറ്റൻഡ് ചെയ്യാൻ ചെയ്തില്ല. അപ്പൊ സാറ് അടുത്ത ബാച്ച് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ഇതായിരുന്നു, സ്പെഷ്യൽ എഡ്യൂക്കേഷനിലുള്ള ഒരു 10 days ഒരു 1 hour വെച്ചിട്ടുള്ള സെഷൻ.
അങ്ങനെ പലതും. പിന്നെ പാരന്റ്സ് പൊതുവെ ചില പാരന്റ്സ് കേട്ടോ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ചെറിയ ഇഷ്യൂസ് വരുമ്പോൾ ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോയി ചെയ്യിക്കാൻ ഭയങ്കര മടിയായിരിക്കും. ആളുകൾ അറിഞ്ഞ് എന്ത് വിചാരിക്കും, എന്റെ കുട്ടിക്ക് അങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല, ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നവരുണ്ടാകും. അവരെ സംബന്ധിച്ച് നമ്മളെ വീട്ടില് നമുക്കിത് അറിയാം, നമ്മളുടെ അടുത്ത് വീട്ടിൽ വരും, അവരുടെ ഒരു പ്രൈവസി മാറ്റേഴ്സ് അല്ലെ, അപ്പൊ അതൊരു കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുക എന്നുള്ളത് നമ്മളുടെ ഡ്യൂട്ടി. ഒരു കുഞ്ഞിന്റെ പ്രോബ്ലം നമ്മൾ അങ്ങനെ എല്ലാവരോടും പറയുകയാണ്, പാരന്റ്സിന് നമ്മൾ അറിയിച്ച് അവരെ ഗൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള മാർഗം. നമ്മളെ കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളത് ചെയ്തു കൊടുക്കണം. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ ഈ മോണ്ടിസോറി മെത്തേഡ് മാത്രം പഠിച്ച് ആ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആയി എന്നുള്ളതിനേക്കാളും അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ ഓരോ പ്രാവശ്യം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആ അപ്ഡേഷൻ ചെയ്യാം. കുറെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം ഒക്കെ അത് ഇതില് NLP നല്ലത് തന്നെയാ റീന. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ NLPയുടെ ബേസിക് എങ്കിലും നമ്മളൊന്ന് കഴിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. 4 സ്റ്റേജസിലാണല്ലോ അവർ ട്രെയിനിങ് കൊടുക്കുന്നത്, ബേസിക്, അഡ്വാൻസ്ഡ്, മാസ്റ്റേഴ്സ്. ചെയ്യണം എന്നുണ്ട്, എപ്പോഴാ സാധിക്കാന്നറിയില്ല. ബട്ട് ഐ വുഡ് ലവ് ടു. എനിക്കും ചെയ്യണമെന്നുണ്ട്. ഒരു 4 days 6 days 5 days എങ്ങാണ്ട് ഞാൻ കാലടിയിൽ ഫാദറിന്റെ അടുത്ത് പോവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒരു ടോബിയച്ചിനുണ്ട്. ടോബിയച്ചിന്റെ സെഷൻ നല്ല രസമാണ് സെഷൻ. അപ്പൊ ഞാനിത് ടോബിയച്ചിന്റെ സെഷൻ ഞാൻ അറിയാൻ കാരണം ഞാൻ ഇതുപോലെ ഇന്റർവെൻഷൻ നടത്തുന്ന സ്കൂളിലെ കുട്ടികളെയും കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവരെ ക്യാമ്പ് ചെയ്യാനായിട്ട് അവിടെ പോകുമായിരുന്നു. 3 days ക്യാമ്പൊക്കെ ആയിരിക്കും. അവിടെ അച്ഛൻ ഓൾമോസ്റ്റ് ബേസിക് NLPയുടെ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ 2-3 ബാച്ചിന്റെ കൂടെ പോയിട്ട് കുറച്ച് അതൊക്കെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ അച്ഛന്റെ 2 ശിഷ്യന്മാരുണ്ടായിരുന്നു, ഒരു ശിഷ്യയും ഒരു ശിഷ്യനും. അവർ ഓൺലൈനായിട്ട് 10 days ഒരു പ്രോഗ്രാം ചെയ്തു, 1 hour വെച്ചിട്ട്. അത് വീക്ക്, റൈസ്, ഫ്ലൈ അങ്ങനെ പറഞ്ഞിട്ടുള്ള 3 ലെവൽസ് ആയിട്ട് അവർ ചെയ്തത്. അപ്പൊ അങ്ങനെ അതിലെ ഫസ്റ്റ് 2 levels അറ്റൻഡ് ചെയ്യാൻ പറ്റി. അത് ഇതുപോലെ രാത്രിയാണ്. പിന്നെ നമ്മുടെ ക്ലാസ് ഒക്കെ വന്ന് രാത്രി നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു മോണ്ടിസോറിക്ക്. അങ്ങനെ വന്ന് ഭയങ്കര ടൈറ്റ് ആയപ്പോഴേക്കും 3ാമത്തെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ട്. ഓക്കെ, അങ്ങനെയൊക്കെ. മോന്റെ സ്കൂളിൽ ഒരു പ്രാവശ്യം ഐ മീൻ കൗൺസിലിംഗ് വേണ്ടിട്ട് ഒരു സാറ് വന്നിരുന്നു. ഈസ് എ പബ്ലിക് സ്പീക്കർ. സോ അങ്ങേരും ഈ NLP ഇതൊക്കെ ചെയ്തിട്ട് വന്ന ഒരാളായിരുന്നു. അപ്പൊ അങ്ങേരും അതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. പിന്നെ പലരുടെ അടുത്തൊന്നും അറിയാൻ കിട്ടി. സോ വൈ നോട്ട്. NLP നല്ലതാണ്, നമ്മളുടെ ഒരു സെൽഫ് ഗ്രോത്തിനും ഒക്കെ NLP നല്ലതാണ്. ഓക്കെ, ഓക്കെ, ഫൈൻ. നമുക്കിപ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ കുറെ പേര് ലെഫ്റ്റ് ടൈം പോകും. NLP ശരിക്കും നമ്മൾക്കൊരു അത് ആർക്കും ചെയ്യുന്നതല്ല കേട്ടോ. ഓക്കെ, സോ നമ്മൾ എന്തായിരുന്നു, പ്രിപ്പയർഡ് എൻവയോൺമെന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണ്. മോണ്ടിസോറി എങ്ങനെയാണ് ആ ഒരു മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നെന്നുള്ളതാണ്. ഇനി നമ്മളെല്ലാവരും മോഡിഫൈ ചെയ്യുന്നുണ്ട്. നമ്മളുടെ വീട്, നമ്മുടെ സറൗണ്ടിങ്സ് എല്ലാം നമ്മൾ മോഡിഫൈ ചെയ്യാറുണ്ട് അല്ലെ. ഒരു വീട്ടിലൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ കുറേ മാറ്റങ്ങൾ വരുത്തും. അതുപോലെ തന്നെയാണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിന് എന്തെല്ലാം കാര്യങ്ങൾ വേണം അതിനനുസരിച്ചാണ് മോണ്ടിസോറി ആ എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് പ്രിപ്പയർഡ് എൻവയോൺമെന്റ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം. അതിന് എവിടെ വരെ ആരെങ്കിലും റീഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ സോ വി ക്യാൻ റീഡ്. അപ്പൊ ഫ്രീഡം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. എവിടെ വരെ വായിക്കണം ഞാൻ പറയാട്ടോ. ഓക്കെ, ഫ്രീഡം മുഴുവൻ വായിക്കാമോ? പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഇൻട്രോ പ്ലസ് ഫ്രീഡം മുഴുവൻ വായിക്കാം. Okay, Miss. The prepared environment. The basic elements within the designed environment are concepts of freedom, structure and order, reality and nature, beauty and atmosphere, the Montessori material and the development of community life. Freedom. Very often people think of freedom as doing what we like, which is not the case with authoritative Montessori education. One day, a lady called on Montessori school. She thought that in the school, the children did what they liked, as the school was famous for its freedom.
a little boy happily told her that it is not that we do as we like, but we like what we do. This is a brilliant example of what actual freedom is. Freedom in the Montessori classroom means free to do what is right. The child and the teacher work in combination in a designed environment to construct a community. The child learns to respect the rules. Choice is given for the child to select his own activity. The after effects of this freedom is self-discipline, concentration, individuality, and social interaction. Freedom is important for two reasons. First, it is only an atmosphere of freedom that the child can disclose himself to us. Since the teacher is to help the child's psychic development, the teacher should have the opportunity to watch the children in a free and open environment. Second, ക്ഷമ 1 second. എന്നെ ഓഫീസിൽ മാം വിളിക്കുന്നുണ്ട്, നിങ്ങൾ വായിച്ചോ, ഞാനൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ കേട്ടോ. okay. Firstly, it is only an atmosphere of freedom that the child can disclose himself to us. Since the teacher is to help the child's psychic development, the teacher should have the opportunity to watch the children in a free and open environment. Second, if the child owns within himself the pattern for his own development, this inner guide must be permitted to direct the child's growth. Montessori described a classroom that had gained her concept of freedom as a room in which all the children move about usefully, intelligently, and voluntarily without committing any rough and rude act. There are limits to freedom within a Montessori environment. Okay. സോ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഓൾമോസ്റ്റ് നമുക്ക് മനസ്സിലായി എങ്ങനെ എൻവയോൺമെന്റിനെ പ്രിപ്പയർ ചെയ്യാം. ഈവൻ ദോ 10 കുട്ടികളുണ്ട്, 10 പേരും 10 രീതിയായിരിക്കും. അപ്പൊ അവർക്ക് ഓരോരുത്തർക്കനുസരിച്ച് നമുക്ക് ചിലപ്പോൾ മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടതായിട്ട് വരും. അപ്പൊ ഈ ബേസിക് എലമെന്റ്സ്, ഒരു ഡിസൈൻഡ് എൻവയോൺമെന്റിലെ ബേസിക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ കൺസെപ്റ്റ് നിന്ന് ഫ്രീഡം, കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റണം, കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റണം, അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റണം. അങ്ങനെ ആ ഒരു രീതിയിൽ ഇത് പറഞ്ഞപ്പോ വേറൊരു കാര്യം ഓർത്തത്, ഈ സ്കൂളുകളിൽ ഹൈസ്കൂൾ ഒക്കെ ആകുമ്പോൾ, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഒക്കെ ആകുമ്പോൾ കുട്ടികൾക്കുള്ളതാണ് NSS വോളണ്ടിയേഴ്സ് അല്ലെ, നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സ്. അവർക്ക് ക്യാമ്പ് കണ്ടക്ട് ചെയ്യും. ഈ ക്യാമ്പുകൾ എപ്പോഴും റഫ് ക്യാമ്പായിരിക്കും. എല്ലാ കംഫർട്ടും അവർക്ക് പ്രൊവൈഡ് ചെയ്യില്ല. ചിലപ്പോൾ ബെഞ്ചിൽ കിടക്കേണ്ടവരും നിലത്ത് കിടക്കേണ്ടവരും, അങ്ങനെ ഒരു റഫ് ക്യാമ്പ്. പക്ഷെ അവരെല്ലാം ഇതിലൂടെയും കടന്നു പോകണം. അത് ആ ഒരു ഏജും അങ്ങനെയാണ്. സോ അങ്ങനെ പിന്നെ തന്നെത്താനെ കുക്ക് ചെയ്യുന്നു, അവരുടെ ഡ്രസ്സ് അവർ തന്നെത്താനെ ക്ലീൻ ചെയ്യുന്നു, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ. വീട്ടിൽ ചിലപ്പോൾ ഇതൊന്നും ചെയ്യണ്ടാവില്ലായിരിക്കാം, ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കാം, നമുക്കൊന്നും അറിയില്ല. അവിടെ പരിസരം ക്ലീൻ ചെയ്യുന്നു, ചെടി നടുന്നു, അങ്ങനെ ചിലപ്പോൾ ചെയ്യാത്ത പല കാര്യങ്ങളും അവരവിടെ വന്ന് ചെയ്യുന്നു. പരിക്കൻ ക്യാമ്പ് എന്നാണ് പൊതുവെ NSS ക്യാമ്പിനെ പറയുന്നത്, റഫ് ക്യാമ്പ്. നമ്മളിവിടെ കുട്ടികൾക്ക് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫ്രീഡം പലതിലും കൊടുക്കുന്നില്ല. ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്. ഇപ്പോ ഒരു മെറ്റീരിയൽ ഉണ്ട്, ഫോർ എക്സാമ്പിൾ നമ്പേഴ്സിന്റെ കൗണ്ടിങ് പഠിക്കാനുള്ള മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കുക. കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. അത് വേറെ ഒന്നുമല്ല, ഒരു നമ്മുടെ കൈവെള്ളയുടെ ആ ഒരു സൈസിൽ വരുന്ന രീതിയിൽ ഒരു സ്ക്വയർ ഷേപ്പിൽ കുറെ വൈറ്റ് കാർഡ്സ് കട്ട് ചെയ്തെടുക്കുക. ചാർട്ട് പേപ്പർ ആയാലും മതി. എന്നിട്ട് അതിൽ നല്ല ബ്ലാക്ക് മാർക്കർ പെൻ വെച്ചിട്ട് നമ്പേഴ്സ് എഴുതുക, 1 2 3 4 5 അങ്ങനെ നമ്പേഴ്സ് എഴുതുക. പിന്നെ കൗണ്ട് ചെയ്യാനായിട്ട് കുറെ കാര്യങ്ങൾ വേണം. ഞങ്ങൾ മോണ്ടിസോറി പഠിക്കുമ്പോൾ മെറ്റീരിയൽ എങ്ങനെയാ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതുപോലെ കാർഡ്സ് സെയിം തന്നെ. കൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു കോയിൻ സൈസിലുള്ള, നമുക്ക് ചിലയിടത്ത് ഭക്ഷണമൊക്കെ കഴിക്കാൻ പോകുമ്പോൾ ടോക്കൺ കിട്ടില്ലേ,
അതുപോലെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമ്മുടെ ഔട്ട്സൈഡിൽ നിന്ന് കൊണ്ടുവരുന്ന ബാഗ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ക്യാബിൻ ഉണ്ടാവുമല്ലോ, അത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു ടോക്കൺ പോലെ ഒരു 5 rupees കോയിൻ അതിനേക്കാൾ കുറച്ചൊക്കെ കൂടുതലായിട്ട് വരുന്ന രീതിയിൽ കിട്ടും. അതുപോലെ റെഡ് കളർ കോയിൻസ് പോലത്തെ ആയിരുന്നു ഞങ്ങളുടെ കൗണ്ടേഴ്സ്. അപ്പൊ 5 എന്നുള്ളൊരു നമ്പർ കാർഡ് വെക്കുമ്പോഴേക്കും ആ 5 കോയിൻസ് ഇങ്ങനെ കൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷെ നമുക്കിപ്പോ പുതിയ മെറ്റീരിയൽ കുറച്ചുകൂടെ മോഡിഫൈഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതെങ്ങനത്തെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡ്സ് സെയിം തന്നെ, ഇങ്ങനെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്പേഴ്സ് എഴുതിയിരിക്കുന്ന ചെറിയ ചെറിയ കാർഡ്ബോർഡ് പീസസ് പോലെ. പേപ്പർ ഉപയോഗിക്കേണ്ട, പെട്ടെന്ന് കീറിപ്പോവും. അതിനൊരു ബാക്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ സാധനങ്ങൾ കിട്ടുന്ന കാർഡ്ബോർഡുകൾ യൂസ് ചെയ്ത് ഒട്ടിച്ച് നല്ല ഭംഗിയാക്കുക. എന്നിട്ട് കൗണ്ടേഴ്സ് ആയിട്ട് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് വുഡൻ മെറ്റീരിയലില് ബെല്ലിന്റെ ഷേപ്പ് ഉള്ളതാണ്. ബെല്ലിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗർ ടിപ്പിന്റെ ഇത്രയും ഒരു ആ ഒരു വണ്ണം, ആ ഒരു സൈസേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതിങ്ങനെ അതിനൊരു ബെല്ലെന്ന് പറയുമ്പോൾ മുകളിലൊരു നോബ് പോലെ ഭാഗം ഉണ്ടാവുമല്ലോ. കുട്ടികൾ അവരുടെ ചിലപ്പോൾ 2 ഫിംഗേഴ്സോ 3 ഫിംഗേഴ്സോ യൂസ് ചെയ്തിട്ട് ഈ ഇത് കൗണ്ടേഴ്സ് ഇങ്ങനെ ആ നോബിൽ പിടിച്ചെടുക്കും. മേ ബി അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസിന്റെ ഡെവലപ്മെന്റും കൂടെ ഉദ്ദേശിച്ചായിരിക്കാം കൗണ്ടേഴ്സ് പിന്നെ അങ്ങനെ മോഡിഫൈ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇപ്പോഴും മെറ്റീരിയൽസിൽ പല രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് വരുന്നുണ്ട്. അതുപോലെ ഈ ഡിസൈൻ എൻവയോൺമെന്റിന്റെ കൺസെപ്റ്റും പ്രിൻസിപ്പിൾസും എല്ലാം സെയിം തന്നെയാണ്. മോണ്ടിസോറി പറഞ്ഞു വെച്ച ഡിസൈൻ ചെയ്തു വെച്ച സെയിം കൺസെപ്റ്റും പ്രിൻസിപ്പിൾസും തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ബട്ട് അത് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക, മോഡിഫൈ ചെയ്യുന്നു. ഓക്കെ, ഫ്രീഡം. പിന്നെ സ്ട്രക്ചർ ആൻഡ് ഓർഡർ. നമുക്കറിയാം അഡൾട്ടിനെയും കുട്ടിയെ നമ്മൾ രണ്ടായി തന്നെ കാണും. അഡൾട്ടിന് ഒരു സിസ്റ്റമാറ്റിക് ഓർഡർ ഉണ്ടായിരിക്കും, പക്ഷെ കുട്ടിയുടെ ഓർഡർ അതാവണമെന്നില്ല. അതാണ് വീട്ടിലുള്ള പല സാധനങ്ങളും കാണാതെ പോകുന്നത്. കുട്ടി അത് എവിടെയെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടാവും, അവനെ സംബന്ധിച്ച് അത് വെക്കേണ്ട സ്ഥലം അതാണ്. ആ ഒരു രീതിയിലാണ് ചൈൽഡിന്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രക്ചർ ആൻഡ് ഓർഡർ ഇതെല്ലാം ഈ എൻവയോൺമെന്റിലൂടെ ത്രൂ പ്രാക്ടീസ്, ത്രൂ റിപ്പറ്റീഷൻ ആണ് നടക്കുന്നത്. പിന്നെ മെറ്റീരിയൽസ് എല്ലാം റിയാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, നേച്ചറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതാണ് കൺസെപ്റ്റിൽ വരുന്ന റിയാലിറ്റി ആൻഡ് നേച്ചർ. പിന്നെ മെറ്റീരിയൽ കാണാൻ നല്ല സിമ്പിൾ ആയിരിക്കും, അറ്റ് ദ സെയിം ടൈം ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഓക്കെ, അത് മാത്രമല്ല ആ എൻവയോൺമെന്റ് അതും നല്ല ബ്യൂട്ടി ആയിരിക്കും, ആ ഒരു അറ്റ്മോസ്ഫിയർ അതുപോലെ ആയിരിക്കും. മോണ്ടിസോറി മെറ്റീരിയൽ അതിനെ പറ്റി ഞാൻ പറഞ്ഞു ഓൾറെഡി. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ്. ഈ ഒരു എൻവയോൺമെന്റിലൂടെ കുട്ടി ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ചെയ്ത് കടന്നു പോകുമ്പോൾ അവനൊരു സൊസൈറ്റിയിലേക്ക് പ്രൊഡക്റ്റീവായ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് മാറാനുള്ള ഒരു ഡെവലപ്മെന്റും അവിടെ നടക്കുകയാണ്. അവന്റെ കമ്മ്യൂണിറ്റി ലൈഫിന്റെ ഡെവലപ്മെന്റും അവിടെ സ്റ്റാർട്ട് ചെയ്യും. അതാണ് പറയുന്നത് ഷെയറിങ്, കെയറിങ്, റെസ്പെക്ട്, സെൽഫ് റെസ്പെക്ട്, സെൽഫ് ലവ്, മ്യൂച്വൽ റെസ്പെക്ട്, മ്യൂച്വൽ ലവ്, റെസിപ്രോക്കൽ ഹെൽപ്പ്. കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ മ്യൂച്വൽ ഹെൽപ്പ്, സിമിലർലി റെസിപ്രോക്കൽ ഹെൽപ്പ് എന്ന് പറയുന്ന പോലെ. ഓക്കെ, അല്ല സെൽഫിഷ് എന്നുള്ള ആ ഒരു ഇതേ അവരുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ പോകുക. കാരണം ഇവരൊന്നും ജനിക്കുമ്പോഴേ ഒന്നും ഇങ്ങനെയല്ല ആയി വരുന്നത്. ഭയങ്കര സെൽഫിഷാണ്, ഭയങ്കര എന്താ പറയാ, ഇങ്ങനെയൊക്കെ പറയില്ലേ ചില കുട്ടികളെ പറ്റിയിട്ട്, ഭയങ്കര അജിറ്റേറ്റിംഗ് ആണ്, വയലന്റ് ആണ്, ഹൈപ്പർ ആക്റ്റീവ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ കുട്ടികളെ ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് വെക്കും, ഓരോരോ ഡെസിഗ്നേഷൻ അങ്ങ് കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക്. ബട്ട് ഇവരൊന്നും ഇങ്ങനെ ആവില്ല. ചില കുട്ടികളെ പറയില്ലേ ഭയങ്കര വില്ലനാണ്. ജനിക്കുമ്പോഴേ ഇവരിങ്ങനെയൊന്നും അല്ല, അവരുടെ എൻവയോൺമെന്റ് ആണ് ഇവരുടെ ക്യാരക്ടറിൽ ചേഞ്ചസ് വരുത്തുന്നത്. പലപ്പോഴും ആ ഒരു ക്യാരക്ടർ ചേഞ്ച് അല്ലെങ്കിൽ ബിഹേവിയർ ഇഷ്യൂസ്, ബിഹേവിയർ പാറ്റേൺ മാറുന്നത് എല്ലാം അവരുടെ സറൗണ്ടിങ്സ്, അവരുടെ എൻവയോൺമെന്റ് ആണ്. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഏതെല്ലാം കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ അതിന്റെ കൺസെപ്റ്റുകളായിരുന്നു പറഞ്ഞത്. ഫ്രീഡം. അപ്പൊ ആളുകൾ പൊതുവെ ഫ്രീഡം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അങ്ങനെ ഇങ്ങനെ ആളുകൾ പറയും ഫ്രീഡത്തിനെ കുറിച്ച്. ബട്ട് ഈവൻ ദോ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്തും ചെയ്യാനുള്ള ഫ്രീഡം എന്നല്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് സൊസൈറ്റിയിലെ മറ്റ് ഹ്യൂമൻ ബീയിങ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ ആക്കരുത് എന്നുണ്ട്. റോഡ് സൈഡിൽ നിൽക്കുന്ന തണൽ തരുന്ന മരം വെട്ടിക്കളയും, അത് വെട്ടുക എന്നുള്ളത് ഒരു ഫ്രീഡം അല്ല. അതുകൊണ്ട് അപ്പൊ ഒരു നോയ്സൻസ്, ഒരു ഡിസ്ട്രക്ഷൻ, ഒരു ഡിസ്റ്റർബിങ് കാര്യമാണ് അവിടെ ചെയ്തത്. എനിക്ക് എന്ത് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ. ട്രാഫിക് റൂൾസ് പാലിക്കാതെ എനിക്ക് ഫ്രീഡം ഉണ്ട് എന്ന് റോഡിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറൊരാളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫ്രീഡം അല്ല.
ഫ്രീഡം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതായത് ഡൂയിങ് വാട്ട് വി ലൈക്ക്, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ള രീതിയിൽ ആണ് പലരും ഫ്രീഡത്തെ അങ്ങ് കാണുന്നത്. ബട്ട് അതല്ല എന്നുള്ളതാണ് മോണ്ടിസോറി എഡ്യൂക്കേഷനിലൂടെ മനസ്സിലാകുന്നത്. ഇപ്പൊ ഒരു ഇൻസിഡന്റ് ആയിട്ട് പറയുന്നുണ്ട്, ഒരു ലേഡി മോണ്ടിസോറി സ്കൂളിൽ ഇങ്ങനെ കാണാൻ വന്നു. അവർ കേട്ടിരിക്കുന്ന മുഴുവനും കുട്ടികൾക്ക് അവിടെ ഭയങ്കര ഫ്രീഡാണെന്നാണ് കേട്ടിരിക്കുന്നത്. അവര് വിചാരിച്ചു, ഓ ഈ സ്കൂള് ഫ്രീഡത്തിന്റെ ഫേമസ് ആണ്. അങ്ങനെ അവർ ചെയ്യുമ്പോഴേക്കും അവിടെ ഒരു മോൻ വളരെ ഹാപ്പി ആയിട്ട് അവരോട് പറയുവാണ്, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് വി ഡു ആസ് വി ലൈക്ക്, ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളതല്ല, ഞങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിനെ ഞങ്ങൾ ഇഷ്ടപ്പെടും. വി ലൈക്ക് വാട്ട് വി ഡു. ആ ഒരു അതൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഒരു ബ്രില്യന്റ് എക്സാമ്പിൾ ആണ് എന്താണ് ആക്ച്വൽ ഫ്രീഡം എന്നുള്ളത്. നമ്മളുടെ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സും ആണ്. അത് മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഒരു മെറ്റീരിയൽ ഉണ്ട്, ഒരു മാറ്റ്. ഈ മാറ്റ് ആ എൻവയോൺമെന്റിൽ അവിടെ എവിടെയൊക്കെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പല ഭാഗങ്ങളിലും മാറ്റ് പ്രാക്ടിക്കൽ ഏരിയയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. പക്ഷെ ബാക്കി ഏരിയയിലെ ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ മാറ്റ് നിർബന്ധമായും വേണം. അതൊരു കുട്ടി ഒരു മെറ്റീരിയൽ ഷെൽഫിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവൻ പോയിട്ട് ഒരു മാറ്റ് എടുത്തുകൊണ്ട് വന്ന് എവിടെയാണോ അവൻ ഇരിക്കുന്നത് അവിടെ ആ മാറ്റ് റോൾഡ് ആയിട്ട് വെച്ചിരിക്കുന്ന മാറ്റ് ആണെങ്കിൽ അൺറോൾ ചെയ്ത് നീറ്റാക്കി വെച്ചിട്ടാണ് അവൻ പോയി മെറ്റീരിയൽ എടുത്ത് അതിന്റെ മുകളിൽ കൊണ്ടുവയ്ക്കുന്നത്. അങ്ങനെ മെറ്റീരിയൽസ് ഈ മാറ്റ് ഉപയോഗിക്കുന്നതിന് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ മെറ്റീരിയൽസിൽ പലതും ഇങ്ങനെ ഇതുപോലെ സ്ഫെറിക്കൽ ഷേപ്പോ അങ്ങനെ ഉരുണ്ടു പോകാൻ ചാൻസസ് ഉള്ളതൊക്കെ ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ ബീഡ്സ്, സ്ഫിയർ, അതൊക്കെ അങ്ങനെ ചാൻസസ് ഉണ്ട്. അപ്പൊ ഈ മാറ്റിൽ വെക്കുമ്പോൾ അതങ്ങനെ റോൾ ചെയ്ത് ഉരുണ്ടങ്ങ് പോകില്ല. അതും ഒരു കാര്യം. പിന്നെ ആ മാറ്റ് എത്രത്തോളം ഉണ്ട്, നമ്മുടെ ബാത്റൂം ഡോർ സ്റ്റെപ്പിന്റെ അവിടെ ഇടുന്ന ആ ഒരു റെക്ടാംഗിൾ ഷേപ്പിലുള്ള മാറ്റല്ലേ, അത്രയൊക്കെ ഒരു സൈസേ അതിനുണ്ടാകുള്ളൂ. അപ്പൊ ആ മാറ്റ് എവിടെയാണോ ഇട്ടിരിക്കുന്നത് അതിന്റെ മുകളിൽ വേണം മെറ്റീരിയൽ വെക്കാനും അതിന്റെ മുകളിൽ അത് വെച്ചിട്ട് വേണം ആക്ടിവിറ്റീസ് ചെയ്യിക്കാനുള്ളതെന്നുള്ളത് ആദ്യം തന്നെ ഒരു ഗൈഡൻസ് കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവും. അവൻ ആ ഏരിയ വിട്ട് വേറൊരു ഭാഗത്തേക്ക് പോകില്ല, മറ്റു കുട്ടികൾക്ക് ഡിസ്റ്റർബൻസും ഉണ്ടാകില്ല. അപ്പോൾ ആ ഒരു വിത്തിൻ ലിമിറ്റഡ് സ്പേസിൽ ഇരുന്നായിരിക്കും അവൻ ആക്ടിവിറ്റി ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്. എന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ മാറ്റ് ഉപയോഗിക്കുക എന്നുള്ളത്. ഓക്കെ, ഫ്രീ ടു ഡു വാട്ട് ഈസ് റൈറ്റ്. അത് മോണ്ടിസോറി എൻവയോൺമെന്റിൽ മാത്രമല്ല, നമ്മളെല്ലാം നമ്മളുടെ ലൈഫിൽ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഫ്രീ ടു ഡു വാട്ട് ഈസ് റൈറ്റ്. കുട്ടിയും ഫെസിലിറ്റേറ്ററും, നമ്മൾ ടീച്ചർ എന്നുള്ള വേർഡ് അങ്ങ് നമുക്ക് ഉപേക്ഷിക്കാം. കുട്ടിയും ഫെസിലിറ്റേറ്ററും കൂടെ ഒരുമിച്ചിരുന്നാണ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അല്ലാതെ ഈ പറയുന്ന ഫെസിലിറ്റേറ്ററിൽ നിന്ന് കമാൻഡ് ചെയ്യല്ല, അത് ചെയ്യുക നീ ചെയ്ത മിസ്റ്റേക്ക് ആയി, ഇങ്ങനെയാണോ ചെയ്യുന്നത്, അങ്ങനെ രീതിയിലുള്ള ജഡ്ജ്മെന്റോ കമാൻഡിങ്ങോ ഒന്നുമില്ല. രണ്ടുപേരും ഒരുമിച്ച് ചെയ്യും. അപ്പൊ ഒരു മെറ്റീരിയൽ ആദ്യമായി കുട്ടി എടുക്കുമ്പോൾ അവിടെ ഫെസിലിറ്റേറ്റർക്ക് ചെല്ലാം, എന്നിട്ട് അവനെ ഗൈഡ് ചെയ്യാം. എങ്ങനെയാണ് ഹൗ വി ക്യാൻ യൂസ് ദിസ് മെറ്റീരിയൽ, ഹൗ വി ആർ ഡൂയിങ് ആക്ടിവിറ്റീസ് യൂസിങ് ദി മെറ്റീരിയൽസ്, അങ്ങനെ പറഞ്ഞ് കാണിച്ചു കൊടുക്കാം. മേ ബി വൺ ടൈം ഒക്കെ കണ്ടാൽ ചിലപ്പോ ചില കുട്ടികൾ അത് പിന്നെ ചെയ്യുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുമ്പോൾ കറക്റ്റ് ആവും. ചില കുട്ടികൾ അത് ചിലപ്പോ 2-3 റിപ്പീറ്റേഷൻ കഴിയുമ്പോഴായിരിക്കും അവർക്കത് ശരിയായ റിസൾട്ട് കിട്ടുക. കാരണം അവരുടെ ഒരു അറ്റൻഷൻ സ്പാൻ കുറെ ചെയ്യുന്നവരുടെ ഒരു പവർ ഓഫ് അറ്റൻഷൻ കുറച്ചുകൂടെ കൂടും. അപ്പൊ ഈ അച്ചീവ്മെന്റിലേക്ക് എത്തുമ്പോഴേക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഐ ക്യാൻ ഡു ദിസ് എന്നുള്ളൊരു ഫീല് തരും. അത് അവര് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴാണ് അത് ശരിയാവുന്നത്. നമ്മളായിട്ട് നിർബന്ധിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ആ ഒരു ഫീല് വരും. അപ്പൊ അങ്ങനെ ഈവൻ ഈ പറയുന്ന കണ്ടീഷൻസ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ആദ്യമേ തന്നെ ഡെമോൺസ്ട്രേഷൻ കൊടുക്കുമ്പോൾ ഈ മെറ്റീരിയൽ ഇങ്ങനെ എടുക്കണം, ഇതിങ്ങനെ വെക്കണം, അതൊന്നും നമ്മൾ കമാൻഡിങ് ആയിട്ടോ ആ രീതിയിലല്ല പറയുന്നത് വളരെ ജെന്റൽ ആയിട്ടും സോഫ്റ്റ് ആയിട്ടും ഒക്കെയാണ് അവിടെ എല്ലാവരും സംസാരിക്കുന്നത്. കുട്ടിയും സെയിം പാറ്റേൺ ഫോളോ ചെയ്യും. വീട്ടിൽ ചെല്ലുമ്പോൾ പറയില്ല, ടീച്ചർ എങ്ങനെയാ സംസാരിക്കുന്നത്, ടീച്ചർ എങ്ങനെയാ. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോൻ അതിന്റെ അമ്മോട് എപ്പോഴും, മോനിപ്പോ 10ാം ക്ലാസ്സിലായിട്ടോ, അമ്മ ഭയങ്കര റഫാ, അവരങ്ങനെ ചിരിക്കൊന്നുമില്ല, എപ്പോഴും ദേഷ്യം അങ്ങനെയൊക്കെയാണ്. ഈ കുട്ടി ചെന്നിട്ട് ചെറുപ്പമായിരുന്നപ്പോഴേ ഞങ്ങളുടെ സ്കൂളിലെ മിസ് എന്ത് രസാ, മിസ് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും, മിസ്സിനെ പോലെ അമ്മയ്ക്കാവാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കും.
അപ്പൊ ദാറ്റ് മീൻസ് അവര് ടീച്ചർമാരെ ഫോളോ ചെയ്യുന്നു അല്ലെ, ഒരു ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവര് സംസാരിക്കുന്ന പോലെ അങ്ങനെയൊക്കെ ഇവർ അതിനെ ഫോളോ ചെയ്യാനായിട്ട് നോക്കും. അപ്പൊ അതാണ് ഇതിൽ പറയുന്നത്. ഇങ്ങനെ അവര് ഈ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത്, ആഫ്റ്റർ എഫക്ട് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സെൽഫ് ഡിസിപ്ലിൻ അവർക്ക് തന്നെ ഫോം ചെയ്യുന്നു, ഒരു കോൺസെൻട്രേഷനോട് കൂടി ആക്ടിവിറ്റി ചെയ്യുന്നു. ഇനി ഇൻഡിവിജ്വാലിറ്റി തന്നെയല്ലേ ചെയ്യുന്നത്, ആ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. സോ ആ ഒരു അവൻ എന്തോ ആണ്, യെസ് ഐ ക്യാൻ ഡു ദിസ്, ആ ഒരു ഫീല് സെൽഫ് അവനിലുണ്ടാകും. സോഷ്യൽ ഇന്ററാക്ഷൻ, മറ്റു കുട്ടികളും അവിടെയുണ്ട്, ഫെസിലിറ്റേറ്റർ ഉണ്ട്, ആ ഒരു സോഷ്യൽ ഇന്ററാക്ഷനും അവിടെ നടക്കും. പിന്നെ ഫ്രീഡം, ഈ ഫ്രീഡം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം, ചില കുട്ടികള് അവരാ വീട്ടിൽ കാണിക്കുന്ന ആ ഒരു എക്സ്പ്ലോറേഷൻ, ആ ഒരു ഫ്രീഡം അവര് നാളെ പോയിട്ട് വേറൊരു പുതിയതായിട്ട് ആരുടെയെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ അവര് ചിലപ്പോ കാണിക്കില്ല. അവർക്കതറിയാം, ഇതെന്റെ വീടല്ല, എന്റെ വീട്ടിലെ പോലെയല്ല ഇവിടെ ചെയ്യുന്നത്. ചില കുട്ടികൾ അങ്ങനെയല്ല. ബട്ട് ഈ ഫ്രീഡം എന്ന് പറയുന്നത് അവര് വളരുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിൽ അത് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് അവിടെ ഓപ്പൺ അപ്പ് ആവാനും എക്സ്പ്ലോർ ചെയ്യാനായിട്ടും കുട്ടിക്ക് പറ്റണം, ആ ഒരു രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് ഈ ഒരു ഫ്രീഡം അവർക്ക് കറക്റ്റ് കിട്ടും. കുട്ടിയുടെ സൈക്കിക് ഡെവലപ്മെന്റ്, ആ മെന്റൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ്, ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിനെല്ലാം അവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മോണ്ടെസോറി ഫെസിലിറ്റേറ്റർ ഉണ്ട്. ആ ഫെസിലിറ്റേറ്റർ ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുവാണ് കുട്ടിക്ക് ഫ്രീ ആയിട്ട് ആ എൻവയോൺമെന്റില് ആക്ടിവിറ്റീസ് ചെയ്യാനും ആ എൻവയോൺമെന്റിലൂടെ നടക്കാനും. കുട്ടിയെ പിടിച്ചൊരു കസേരയിൽ ഇരുത്തി അവിടെ നനങ്ങരുത്, ഇവിടെ തന്നെ ഇരുന്നോളം മിണ്ടരുത്, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒന്നും അവിടെ ഇല്ലല്ലോ. അപ്പൊ ആ ഒരു ഫെസിലിറ്റേറ്റർ അതിന് വേണ്ടതെല്ലാം കുട്ടിക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്, അവന് ഓപ്പൺ അപ്പ് ആവാനുള്ള എല്ലാ അവസരങ്ങളും ആ ഒരു എൻവയോൺമെന്റിൽ കൊടുക്കുക. അങ്ങനെ ഈ എല്ലാ കുട്ടികളുടെ എന്നല്ല, എല്ലാ മനുഷ്യരുടെയും ഉള്ളിലൊരു, നമ്മള് ഒരു ആർജ് എന്ന് പറയില്ല, ഒരു ഇന്നർ ആർജ്, ഒരു ഇന്നർ ഗൈഡ്, നമ്മളെ ഗൈഡ് ചെയ്യുന്ന എന്തോ ഉണ്ട്. അതങ്ങനെയാണല്ലോ നമ്മൾ പോയി ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ കുട്ടികളിലും അതിലുണ്ട്, യെസ് ഞാൻ അടുത്തത് ഇത് ചെയ്യണം. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, കുട്ടി നമ്പേഴ്സ് ഓർഡറിൽ വെക്കുകയാണ്, അസെൻഡിങ് ഓർഡറിലാന്ന് വിചാരിച്ചു. കുട്ടിക്ക് 1 തുടങ്ങി 10 വരെയുള്ള നമ്പർ കാർഡ്സ് കൊടുത്തു, അത് ഓർഡറിൽ വെക്കാൻ പറയുകയാണ്. ഏറ്റവും ചെറുത് ആദ്യം, അങ്ങനെ അങ്ങനെ റൈറ്റിലേക്ക് വെച്ചുകൊണ്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ അവൻ ആ ഒരു ഇത് കിട്ടും. അവന്റെ 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ആണ്, അവൻ അറിയാം, ഓൾറെഡി നമ്പറൊക്കെ ഫെമിലറൈസ് ചെയ്തു, കൗണ്ടിങ് ഒക്കെ അറിയാവുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവൻ ആ ഓർഡർ അറിയാം, അവൻ ആ ഓർഡറിൽ അത് വെച്ചു പോകും. അപ്പൊ അതിനുള്ള ഒരു എൻവയോൺമെന്റ്, ഇതൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. ആ രീതിയിൽ കുഞ്ഞിനെ തന്നെ ആക്ടിവിറ്റി ചെയ്യാവുന്ന രീതിയിൽ ഫ്രീ ആയിട്ടും ഓപ്പൺ ആയിട്ടും ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഫസ്റ്റ് കുട്ടി വരുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ, ഫ്രീഡത്തിന് 2 റീസൺസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് കുട്ടിക്ക് അവനെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അല്ലെ. നമ്മളിപ്പോ ഒരു ക്ലാസ് റൂം, നമ്മളുടെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നു, നമ്മൾ പല പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചിലപ്പം ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് നമ്മൾ പലതും ചെയ്യുന്നത് അല്ലെ. നമ്മൾ ഈ PDF മാത്രം അല്ലെങ്കിൽ സിലബസ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തല്ല നമ്മൾ കാര്യങ്ങൾ, ഇതിൽ വൈഡ് ആയിട്ട് പലപ്പോഴും പോവാറുണ്ട്, പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ അതുപോലെ അവൻ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. അതേസമയം ഞാൻ വന്നിട്ട് നിങ്ങളാരും സംസാരിക്കരുത്, ഞാൻ ഇത് മുഴുവനും ക്ലാസ് എടുക്കണം, എനിക്ക് ഈ PDF-ലുള്ളത് ഞാനങ്ങ് പറയുവാണെന്ന് പറഞ്ഞു അങ്ങനെ ക്ലാസ് എടുക്കുമ്പോഴേക്കും നിങ്ങളൊക്കെ അങ്ങ് എന്താ പറയുക, ഒതുങ്ങി പോകൂലേ. കാരണം നമ്മുടെ ഉള്ളിൽ വരുന്ന പല കാര്യങ്ങളും നമുക്ക് പറയാനോ ഡിസ്കസ് ചെയ്യാനോ ഒരു പ്ലാറ്റ്ഫോം അല്ല. അപ്പൊ വരാനും ഒരു ഇഷ്ടം തോന്നില്ല. ഇതെന്ന് പറഞ്ഞാൽ അവന് ഓപ്പൺ അപ്പ് ആകാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് ആണ്. അവന് എക്സ്പ്ലോർ ചെയ്യാം, മോർ കാര്യങ്ങൾ അവന് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അവന് അവിടേക്ക് വരാനുള്ള ഇഷ്ടം കൂടും. അതാണ് ഫസ്റ്റ് റീസൺ ഫ്രീഡത്തിന്റെ. സെക്കൻഡ് വൺ, ഇവന്റെ ഉള്ളിൽ തന്നെ പല ഏർജസ് ഉണ്ട്, പല പൊട്ടൻഷ്യൽസ് ഉണ്ട്. ഇതിനെ ട്രിഗർ ചെയ്യാൻ പറ്റണം അല്ലെ. ഓരോ കുട്ടിക്കും ഓരോ രീതിയിലുള്ള കാലിബർ ആയിരിക്കും, ഓരോരുത്തരുടെയും കപ്പാസിറ്റി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതിനെ ട്രിഗർ ചെയ്യാനായിട്ട് പറ്റണം. എന്നാൽ മാത്രമാണ് കുട്ടിയുടെ ഓൺ ഡെവലപ്മെന്റ് ശരിയാകുന്നത്. അപ്പൊ മോണ്ടിസോറി പറയുന്നത് ഒരു ക്ലാസ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫ്രീഡം ആയിരിക്കണം ആ ഒരു ക്ലാസ് റൂമില്. എല്ലാ കുട്ടികൾക്കും ഇവന്തോ ഫിസിക്കൽ ആയിട്ടുള്ള ഫ്രീഡവും അവർക്ക് കിട്ടണം അല്ലെ. അവർക്ക് മൂവ് ചെയ്യാൻ പറ്റണം, അവരുടെ ഇന്റലിജന്റ്, അവർക്ക്
യൂസ് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ വേറൊരാൾക്ക് സർവീസ് ചെയ്യാനാണോ, വോളണ്ടറിലി ആണോ, അങ്ങനെ ആ രീതിയിൽ. പക്ഷെ ഇത് ചെയ്യുമ്പോൾ റഫായിട്ടോ അജിറ്റേറ്റിംഗ് ആയിട്ടോ ഡിസ്റ്റർബിംഗ് ആയിട്ടോ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. അതുകൂടി ഉണ്ട്. നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷനിൽ നമ്മളത് പഠിക്കുന്നുണ്ട്. നിങ്ങൾക്കായോന്ന് എനിക്കറിയില്ല. അത് നോർമലൈസ്ഡ് കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ്, ഹൈ മാർക്സ് എല്ലാത്തിനും, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തു തീർക്കുന്നു എന്നല്ല നോർമലൈസ്ഡ്. വേറൊരാളെ ഡിസ്റ്റർബ് ചെയ്യാതെ അവൻ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ഇരുന്ന് ചെയ്യുന്നു, കംപ്ലീറ്റ് ചെയ്യുന്നു, അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദാറ്റ് ഈസ് നോർമലൈസ്ഡ്. അല്ലാതെ എല്ലാത്തിനും ടോപ്പ് മാർക്സ് വാങ്ങുക, പെർഫെക്റ്റ് ആയിരിക്കുക, അതല്ല നോർമലൈസ്ഡ് ഉദ്ദേശിക്കുന്നത്. അവന് ആ ഒരു ഏജിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ, അതൊന്നും നശിപ്പിക്കാതെ ഇരുന്ന് ചെയ്യുന്നു. ആ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ് പിൽക്കാലത്ത് അഡൾട്ട് ആകുമ്പോൾ ഒരു സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സ് ആയിട്ട് ഇറങ്ങുന്നത്. ഓക്കെ, 2 റീസൺസ് ആണ് ഫ്രീഡത്തിന് പറഞ്ഞത്. ഒന്ന്, ഇവര് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആ ഒരു എൻവയോൺമെന്റ് ഇവർക്ക് ഓപ്പൺ അപ്പ് ആകാനായിട്ട് പറ്റണം. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടിയുടെ ഉള്ളിൽ തന്നെ പല പൊട്ടൻഷ്യൽസ് ഉണ്ട്, അതിനെ ട്രിഗർ ചെയ്യാൻ പറ്റി, ട്രിഗർ ചെയ്ത് അവൻ ഓൺ ഡെവലപ്മെന്റിലേക്ക് പോകാനായിട്ട് പറ്റണം. ആ ഒരു രീതിയിലായിരിക്കണം ഫ്രീഡം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കുട്ടിക്ക് ഫ്രീഡം ഉണ്ട് എന്തും ചെയ്തോ എന്ന് പറയുന്നതല്ല, അവന്റെ ഉള്ളിലെ കപ്പാസിറ്റി മനസ്സിലാക്കി. അതാണ് ഒബ്സർവേഷൻ ഒരു ഫെസിലിറ്റേറ്റർക്ക് വേണ്ടത് ഏറ്റവും വലിയ ക്വാളിറ്റികളിൽ ഒന്നായിട്ട് പറയുന്നത്. ആ ഒരു ഒബ്സർവേഷനോടെ മനസ്സിലാക്കുന്നു ഈ ഒരു കുട്ടിയുടെ പൊട്ടൻഷ്യൽ കപ്പാസിറ്റി ഇതാണ്, അവരെ അതിലേക്ക് ഗൈഡ് ചെയ്ത് വിടും ആ ഒരു രീതിയിൽ. ഇനി ഈ ഫ്രീഡം, ഈ മോണ്ടിസോറി എൻവയോൺമെന്റിലെ ഫ്രീഡത്തിന് ചില ലിമിറ്റ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഫ്രീഡം, ദർ ആർ ലിമിറ്റ്സ് ടു ഫ്രീഡം. ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. എന്തും ചെയ്യാനുള്ള ഫ്രീഡം എന്നുള്ളതല്ല, വട്ട് ഈസ് റൈറ്റ് അത് ചെയ്യാനുള്ള ഫ്രീഡം. അപ്പൊ ആ ലിമിറ്റ്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. നമുക്കിത് പല പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഓൾറെഡി നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ട്, എന്നാലും നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് 1, 2, 3 ആരെങ്കിലും റീഡ് ചെയ്യാമോ? അതിനുള്ള സമയം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ് പ്ലീസ്. There are limits to freedom within a Montessori environment. First one, respect for others. The child is free to carry any activity as long as he is not violating the rights of others in the classroom. Second one, respect for material. He must be able to work with any material in the classroom until the time he used it in the correct fashion. He is free to use the material as exhibited by his teacher or in any other ways without disruption to the class or to the environment. Third one, respect to the environment. The child has complete independence within the designed environment as long as he treats all aspects of it with care and respect. He should treat all children and teachers with grace and courtesy. He should care for the physical aspects of it to the best of his ability. നമ്മൾ ഓൾറെഡി പറഞ്ഞു റെസ്പെക്ട് ഫോർ അതേഴ്സ്. അതായത് ഇപ്പൊ ഒരു കുട്ടിയല്ല ആ ഒരു എൻവയോൺമെന്റിലുള്ളത്, അവിടെ മറ്റു കുട്ടികളുമുണ്ട്. അത് പല ഏജിലുള്ളതാണ്. 3 years ആണ് ഏജ് സ്പാൻ അല്ലെ, ആ ഒരു റേഞ്ച്. 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെ. സോ 3 years ഏജ് സ്പാനിൽ വരുന്ന കുട്ടികളാണ്. അത് മാത്രമല്ല ഫെസിലിറ്റേറ്റേഴ്സ് ഉണ്ട്, പിന്നെ അസിസ്റ്റന്റ് ആ രീതിയിലുള്ളവരും ഉണ്ട്. ഫെസിലിറ്റേറ്റേഴ്സ് ഒരാളാവണമെന്നില്ല, 3, 4, 5 പേര് കാണുമായിരിക്കും. എല്ലാരോടുമുള്ള ആ ഒരു റെസ്പെക്ട് ഫോർ അതേഴ്സ്. അപ്പൊ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എത്ര നേരം വേണമെങ്കിലും ആ കുട്ടിക്ക് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാം. പക്ഷെ മറ്റുള്ളവരെ റൈറ്റ്സ് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലാകരുത്. ഇപ്പൊ ആ ആക്ടിവിറ്റി ചെയ്യുന്ന മെറ്റീരിയൽസ് ഒരു സെറ്റേ അവിടെ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഈ ഒരു കുട്ടി ചെയ്യുവാണ്, 2ാമതും ചെയ്തു, 3ാമതും ചെയ്തു, വേറൊരു കുട്ടിക്ക് അത് വേണം എന്നുണ്ടെങ്കിൽ അവിടെ അപ്പോ ഫെസിലിറ്റേറ്റർക്ക് ഇടപെടും. സോ അത് ആ ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ആ ഒരു രീതിയിൽ ഇനി നമുക്ക് വേറൊരു ആക്ടിവിറ്റി ചെയ്യാം, അല്ലെങ്കിൽ ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ആൾക്ക് ഇതൊന്ന് കാണിച്ചു കൊടുക്കാം. അപ്പൊ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് അതിന് നീ ഈ കുട്ടിയെ കൊണ്ട് വേണമെങ്കിൽ കാണിച്ചു കൊടുപ്പിക്കാം. എന്നിട്ട്
ഈ മോൻ തന്നെ മോൻ മോളോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നീ ചെയ്തു ആ രീതിയിൽ ആക്കി നമ്മൾ എടുക്കുക ചെയ്യുന്നത്. അതായത് അവരുടെ ആ ഒരു ഇമോഷൻസ്, അവരുടെ എന്താ പറയാ, അവരുടെ മെന്റൽ ആ ഒരു ചേഞ്ചസ് ഒക്കെ മനസ്സിലാക്കി അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യിക്കണം. നമ്മൾ വീട്ടില് പുറത്തുനിന്ന് ഏതെങ്കിലും കുഞ്ഞുങ്ങൾ വരുന്നു, നമ്മളുടെ വീട്ടിൽ കുഞ്ഞുണ്ട്, നമ്മളുടെ കുഞ്ഞൊരു ടോയ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റേ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുക, നമ്മൾ പറയില്ലേ ഇനി കുറച്ചു നേരം മോന് കൊടുക്കുക, രണ്ടുപേരും കൂടെ കളിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ സൂത്തൻ ചെയ്യും അല്ലെ. സെയിം തന്നെ പിന്നെ പിന്നീട് നമ്മൾ അവനെ അതുപോലെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു തോട്ട് അവനെ കിട്ടും, അവനും ചെയ്യണം. ഈസ് ഓൾസോ മൈ ഫ്രണ്ട്, അല്ലെങ്കിൽ ഐ ഹാവ് ടു ഷെയർ വിത്ത് ഹിം, അങ്ങനെ ആ ഒരു രീതിയിൽ. അതാണ് പറയുന്നത്, ആ റൈറ്റ്സ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ റൈറ്റ്സ് വയലേറ്റ് ചെയ്യരുത്. അത് വേറൊന്നുമല്ല, മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് മാത്രമല്ല, മറ്റുള്ളവർക്ക് അത് ആവശ്യമാണെങ്കിൽ അതും കൂടെ മനസ്സിലാക്കി, അതാണ് റെസ്പെക്ട് ഫോർ അതേഴ്സ്. അപ്പൊ അതെല്ലാം ഇവരിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. പിന്നെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനോടുള്ള റെസ്പെക്ട് അത് എന്തായാലും വേണം. കാരണം വെച്ചാൽ ആ ഒരു ക്ലാസ് റൂമില്, അതായത് നമ്മൾ കുട്ടികളെ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പഠിപ്പിക്കില്ലേ, അതായത് ഇപ്പൊ പബ്ലിക് പുറത്ത് പോകുമ്പോഴാണെങ്കിലും വീട്ടിലാണെങ്കിലും ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യണം. വേറൊരാൾ കയറുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, അവർക്ക് നല്ല രീതിയിൽ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റണം എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ലേ. അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ ഈ കുട്ടി ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കുട്ടിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ തന്നെ അത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി എവിടെ നിന്നാണോ എടുത്തത് ആ ഷെൽഫിൽ തന്നെ തിരിച്ചു കൊണ്ടുപോയി വെക്കാം. സോ അതാണ് റെസ്പെക്ട് ഫോർ മെറ്റീരിയൽസ്. എടുത്തെറിയോ ആ ഒരു ഡിസ്ട്രക്റ്റീവ് നേച്ചർ അതൊന്നും. ഓക്കെ, അങ്ങനെ അതാണ് റെസ്പെക്ട് ഫോർ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫെസിലിറ്റേറ്റർ ഓൾറെഡി ഈ മെറ്റീരിയൽ എങ്ങനെ യൂസ് ചെയ്യണം അങ്ങനെയെല്ലാം കാണിച്ചു കൊടുക്കും. ദെൻ അവനെ ഫ്രീ ആക്കുന്നു, അവന് തന്നെ ചെയ്യാനുള്ള ഒരിത് കൊടുക്കും. ഒരു ഇടയ്ക്ക് കയറി ഇന്റർവ്യൂ ചെയ്യാനോ ഒന്നും പോകില്ല. ഇനി റെസ്പെക്ട് ടു ദ എൻവിയോൺമെന്റ്, ആ ക്ലാസ് റൂം, ആ ഇരിക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ. നമ്മൾ പറഞ്ഞു എല്ലാ ഇൻഡിപെൻഡൻസും ഉണ്ട് ആ ഒരു എൻവിയോൺമെന്റില്, അവന് എന്ത് കാര്യങ്ങളും ചെയ്യാനായിട്ട്. ബട്ട് ആ ഇനീഷ്യലി ഇവർക്ക് കൊടുക്കുന്ന ഗൈഡൻസ്, വി ഹാവ് ടു മൂവ് സ്ലോലി, വി ഹാവ് ടു സ്പീക്ക് ജെന്റ്ലി, അങ്ങനെ പറഞ്ഞാണ് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് അവർ ക്ലാസ് റൂം, അല്ലെങ്കിൽ ദിസ് ഇസ് യുവർ മെറ്റീരിയൽസ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോന്നും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. സോ അപ്പൊ തന്നെ കുട്ടിക്ക് അത് വരെ ഇത് എന്തിയാണ്, സോ ഞാനിത് ടേക്ക് കെയർ ചെയ്യണം. അപ്പം അതുമല്ല ഡയറക്ടർസ് അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ ഇതെല്ലാം കാണിച്ചു തരുമ്പോൾ അവരും ആ മെറ്റീരിയലിനെ വളരെ ജെന്റിലായിട്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ കുട്ടിയും അത് തന്നെ ഫോളോ ചെയ്യും. നമ്മളെ വീട്ടില് ഗ്ലാസിന്റെ പ്ലേറ്റ്, അങ്ങനെ ഗ്ലാസ് ടൈപ്പ് ടംബ്ലർ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് കുട്ടികളെടുത്താൽ അവരുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടും, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ കുട്ടികളെ ഉപയോഗിക്കാനേ സമ്മതിക്കില്ല. പക്ഷെ വൺസ് നമ്മൾ ഈ ചെറിയ കുട്ടികൾക്ക് അത് കൊടുത്തിട്ട് ഇതിങ്ങനെ കൊണ്ടുപോയി വെക്കുന്നത് വളരെ സൂക്ഷിച്ച് രണ്ട് കൈ കൊണ്ട് പിടിച്ച് വളരെ സൂക്ഷിച്ച് അവർ വെക്കും. അവരുടെ കയ്യിൽ നിന്ന് അബദ്ധങ്ങളൊന്നും വരില്ല. അപ്പൊ അത് ആദ്യം നമ്മൾ ആ രീതിയിൽ ഇൻസ്ട്രക്ഷൻ നമ്മൾ അവരെ തടയുവാണ്, നീ ഇതെടുക്കണ, നീ എടുത്ത താഴെ വീണ് പൊട്ടെന്ന് പറയുമ്പോൾ അവരുടെ കോൺഫിഡൻസേ പോകും. അങ്ങനെ നമുക്ക് അവരെ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ റെസ്പെക്ട് ടു ദ എൻവിയോൺമെന്റ്, ആ ഒരു എൻവിയോൺമെന്റിനെ കെയർ ചെയ്യണം. എല്ലാ ആളുകളോടും വളരെ റെസ്പെക്റ്റോടുകൂടി, ഗ്രേസ് ആൻഡ് കർട്സി, ആ ഒരു റെസ്പെക്റ്റോടുകൂടി പെരുമാറണം. ഇതൊക്കെയാണ് ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഫ്രീഡത്തിന്റെ കുറെ കാര്യങ്ങളുണ്ട്. ലൈക്ക് ഇപ്പൊ പറഞ്ഞ പോലെ ഗ്ലാസ് യൂട്ടൻസിൽസ് അല്ലെങ്കിൽ പ്ലേറ്റ്, ഗ്ലാസ് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഡേഞ്ചർ ഓൾസോ, എങ്ങാനും താഴെ വീണ് കഴിഞ്ഞാൽ അത് കൊണ്ടുകഴിഞ്ഞാൽ മുറിയും, അതൊക്കെ ഉണ്ട്. അപ്പൊ അതിന് ഫ്രീഡം ഫ്രം ഡേഞ്ചർ, അത് അവിടെയാണ് ഫെസിലിറ്റേറ്ററുടെ ഷാർപ്പ് ഒബ്സർവേഷൻ വേണ്ടത്. കാരണം ആ ഒരു ഡേഞ്ചറിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉള്ള രീതിയിലും അവരിരിക്കണം. അവര് ഇപ്പം ലൈം ജ്യൂസ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ കുക്കീസ് ഉണ്ടാക്കുന്നു. കുക്കീസ് ഒക്കെ ഉണ്ടാക്കാൻ മൈക്രോവേവ് ഓവനാ യൂസ് ചെയ്യുന്നെങ്കിൽ കറണ്ട്, അതുപോലെ തന്നെ അതിന്റെ ഒരു ടെമ്പറേച്ചർ, അതൊക്കെ കുഞ്ഞു കൈ കൊണ്ടല്ല എല്ലാം എടുത്തു വെക്കുകയൊക്കെ ചെയ്യുന്നത്. അവിടെയൊക്കെ മീൻസ് അവിടെ ഒരു ഡേഞ്ചർ സോൺ എന്ന് പറയുന്ന പോലെ ഉണ്ട്. ബട്ട് അതിൽ നിന്നുള്ളൊരു ഫ്രീഡം, അതിന്റെ രീതിയിൽ അവരെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ ഫൈൻ. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ ടീച്ചർ ഞാൻ ജോമെട്രിക് ഷേപ്പ് ആക്കിയിട്ടുണ്ട്, സോളിഡ് ഷേപ്പ്. കാണിക്കൂ പ്ലീസ്. റെക്ടാങ്കിൾ, ക്യൂബോയിഡ്, ക്യൂബോയിഡ്, സ്ക്വയർ, ക്യൂബ്, solid shape. I forgot. പിരമിഡ് ആണോ? പിരമിഡ് എന്ന് വേണമെങ്കിൽ പറയാം.
ബേസ് സ്ക്വയർ ആണോ? നോ ഇത് നമ്മളെ ട്രയാങ്കിളിന്റെ സോളിഡ് ഷേപ്പ് സർക്കിൾ സ്പിയർ Yes. സ്പിയറിക്കൽ ഷേപ്പ് യെസ്. പിന്നെ Fine. ലൈക്ക് ദാറ്റ് Regida? and sandpaper, yes, numbers. ഇത് കളർ ചെയ്തോ? കളർ ജസ്റ്റ് സൈഡിൽ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് കൊടുത്തതാണ്, മോർ ബ്യൂട്ടിഫുൾ ആവാൻ വേണ്ടി. എൻഹാൻസ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ. യെസ് 1 to 10 വരെയാണ് മേക്ക് ചെയ്തത്. കാണിക്കുമ്പോ മിറർ ഷേപ്പിലാണ്. ഓക്കെ ടീച്ചർ, എനിവേ താങ്ക് യു. വെരി ഗുഡ്. എല്ലാം പറ്റുന്ന പോലെയൊക്കെ ചെയ്ത് വെക്കുക, പിന്നത്തേക്ക് വെക്കരുത്. എനിക്കറിയാം കുട്ടികളുടെ ഒരു പേഴ്സണൽ ടൈമും കൂടിയാണ് ഇതല്ലേ, കാരണം എല്ലാരും വെക്കേഷൻ ആയിട്ട് വീട്ടില് ഓരോന്നൊക്കെ പ്രതീക്ഷയ്ക്ക് ഇരിക്കുകയായിരിക്കും. ആ സമയത്തായിരിക്കും ഈ മമ്മിമാര് ക്ലാസ്സിൽ കയറിയിരിക്കുന്നത്. പല ക്ലാസ്സിലും കുട്ടികൾ അമ്മമാരുടെ ടീച്ചർ മോള് ഹെൽപ്പ് ചെയ്യാറുണ്ട്. മോളാണ് ഇത് കട്ട് ചെയ്തത്, കാർഡ്സ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവള് ഹെൽപ്പ് ചെയ്തു. പിന്നെ അത് ഭയങ്കര അതാണ് മുറിക്കാൻ വേണ്ടിട്ട് ഭയങ്കര ടഫാണ്. അപ്പൊ അതൊക്കെ ചിലതൊക്കെ ഹെൽപ്പ് ചെയ്തു ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്കും ഒരു ആക്ടിവിറ്റി ആയിരിക്കും. പേപ്പറിൻ്റെത് 0 തുടങ്ങി 9 വരെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് 10 വേണോ? 10 1ഉം 0ഉം വെച്ചിട്ട് 10 കാണിക്കാം, കുഴപ്പമൊന്നുമില്ല. വീട് മൊത്തം ക്രാഫ്റ്റ് ആണോ? നല്ലപോലെ കട്ട് ചെയ്ത് കലണ്ടറിൽ പോലെ അല്ലേ? ഞാൻ കാണിച്ചു തരാം. സബിയുടെ ശരിക്കും നമ്പർ കണ്ടു കഴിഞ്ഞാല് കലണ്ടറിലെ നമ്പർ പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നു അല്ലേ? അത് ഞാൻ പ്രിന്റ് എടുത്തിട്ട് സാൻഡ് പേപ്പറും വെച്ച് കട്ട് ചെയ്തതാണ് മിസ്സേ. ദാറ്റ്സ് ഗുഡ്. കുറെ സാൻഡ് പേപ്പർ വേസ്റ്റ് ആയോ? ഇല്ലില്ല, എനിക്ക് ഒരു ഷീറ്റുമ്മ തന്നെ 7 എണ്ണം വെച്ചൊക്കെ കിട്ടി, ചെയ്യാൻ പറ്റി. ആൽഫബറ്റ്സ് ചെയ്തില്ലേ? ആൽഫാബെറ്റ്സ് വെട്ടി വെച്ചിട്ടുണ്ട്, കാർഡുമേല് ഒട്ടിച്ചിട്ടില്ല. റീന എന്തോ കാണിക്കാൻ വന്നു, പിന്നെ പോയി. വീടിന്റെ എനിക്കത് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, ബാക്ക് സ്ക്രീൻ കാണിക്കാൻ പറ്റുന്നില്ല. I don't know what happened. ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രം ചെയ്താൽ മതിയോ? ഞാൻ അത് ചെയ്തു. നമുക്ക് എളുപ്പം അതാണ്, അതെങ്കിലും ചെയ്യൂ. സ്മോൾ ലെറ്റേഴ്സ് ചെയ്തവരും ഉണ്ട് കേട്ടോ, അത് മതി, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ കാണിക്കാൻ എനിക്ക് ബാക്ക് സ്ക്രീൻ കാണിക്കാൻ പറ്റുന്നില്ല. വീട് മുഴുവൻ അതാ, വീട് മുഴുവൻ ഇത് തന്നെയാ മിസ്. ഇപ്പൊ ലോട്ട് ഓഫ് വർക്ക്. ബർത്ത്ഡേ ചാർട്ട് ഉണ്ടാക്കാൻ പറഞ്ഞായിരുന്നു, അതിന്റെ വർക്കിലാണ് ഇപ്പൊ. ഇതാണ് ഈ എന്താ പറയാ, ഇത് സാൻഡ് പേപ്പർ തന്നെയല്ലേ ഈ ലെറ്റേഴ്സ് കാണിക്കുന്നത്? മ്യൂട്ടാ, ഞാൻ കേൾക്കുന്നില്ല. വീട് മുഴുവൻ നടന്ന് കാണിക്കുവാണോ? ബാക്കി എല്ലാം ചെയ്തൊന്ന് സെറ്റ് ആക്കി അതിന് വേണ്ടിട്ട് ഒരു ബാഗോ അങ്ങനെ അല്ലെങ്കിൽ ഒരു ഷെൽഫിന്റെ ഒരു പോർഷനോ വെച്ചിട്ട് വെക്കുക. കാരണം വൈവ സമയത്ത് ഞാൻ ചോദിക്കുമ്പോ വീട് മുഴുവൻ ഓടി നടന്ന ആൾക്കാരുണ്ട്. അതാ പിന്നെ മെസ്സേജ് ഇട്ടു, വൈവ ടൈമിൽ എല്ലാം സൈഡിൽ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് മിസ്, പക്ഷെ അത് തികയും തോന്നണില്ല. വേറെ എന്തെങ്കിലും ഒരു ബോക്സോ എന്തെങ്കിലും വെക്കേണ്ടി വരും തോന്നുന്നു. ഒരു കാർഡ്ബോർഡ് ബോക്സ് വെച്ചാലും മതി, അതിലാകുമ്പോ നല്ല സ്പേസ് ഉണ്ടാവും, എവിടെയും മിസ്സാവാതെ നിൽക്കും. പിന്നെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പൊ പിന്നെ ക്ലാസ് തുടങ്ങിയതിന് ശേഷം ഒറ്റ സാധനവും വേസ്റ്റ് ആവുന്നില്ല, വേസ്റ്റിലിടാൻ പറ്റുന്നില്ല. കാരണം ഇത് ആവശ്യം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മറ്റേ ഡ്രസ്സ് വാങ്ങിയ ഇതൊക്കെ ബോക്സ് ഒക്കെ നമ്മൾ അപ്പൊ തന്നെ കളയും. ഇപ്പൊ അതൊക്കെ സൂക്ഷിച്ചു വെക്കുക ചെയ്യുന്നത്. എന്ത് കിട്ടിയാലും ഇതിപ്പോ ഞാനിപ്പോ ടീച്ചർക്ക് ഈ ഷേപ്പ് സോളിഡ് ഷേപ്പ് കാണിച്ചു തന്നത് അതൊരു കൊറിയറിൽ വന്ന ഒരു സ്പോഞ്ച് ആയിരുന്നു. അതിനെ കൊണ്ടാണ് ഷേപ്പ് ആക്കിയത്. ഓക്കെ, വളരെ സന്തോഷം, നിങ്ങളെല്ലാം ആക്റ്റീവായിട്ട് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു വെക്കേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മക്കളും കൂടെ ഉണ്ടാവും, അവർക്കും ഒരു അവരും എൻഗേജ്ഡ് ആവുമല്ലോ.
അല്ലെങ്കിൽ മൊബൈല് അത് TV എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നാലോ എന്ന് വെച്ചിട്ട് പറഞ്ഞു. ഓക്കെ ഫൈൻ. സോ ഹാവ് എ നൈസ് ഡേ. ബൈ. ഓക്കെ ടീച്ചർ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Thank you, Miss. Thank you, Miss. Thank you, Miss.